എല്ലാവർക്കും നമസ്കാരം. ആദ്യമായിട്ടാണ് ഞാൻ ഇത്തരത്തിലൊരു മലയാളത്തിലുള്ള ഒരു റെക്കോർഡഡ് പ്രോഗ്രാം ചെയ്യുന്നത്. അപ്പോൾ ആദ്യമായിട്ട് ഇപ്പോൾ OBS ഒക്കെ വെച്ച് ഒരു സിസ്റ്റം സെറ്റ് ചെയ്ത് റെക്കോർഡ് ചെയ്യാൻ ശ്രമിക്കുകയാണ്. ഞാൻ ഇത്രയും താല്പര്യം ഈ വിഷയത്തിൽ ഉണ്ടാവുമെന്ന് പ്രതീക്ഷിച്ചിരുന്നില്ല. അപ്പോൾ സത്യം പറഞ്ഞാൽ അതിലുള്ള പ്രതികരണങ്ങൾ അത്ഭുതപ്പെടുത്തി. എല്ലാവർക്കും നന്ദി. അപ്പോൾ ഞാൻ പറയാൻ ശ്രമിക്കുന്ന ചെറിയ കുറച്ച് കാര്യങ്ങളെന്ന് പറയുന്നത്, എങ്ങനെയാണ് ഇന്ന് പ്രത്യേകിച്ചും നമ്മൾ ഗവൺമെൻറ്റുകളൊക്കെ കൂടുതൽ ഡിജിറ്റലായിക്കൊണ്ടിരിക്കുന്ന കാലത്ത് ഇതൊരു പേപ്പർ പൂരിപ്പിക്കലായിട്ട് മാത്രമാണ് പൗരത്വ നിയമം നടപ്പിലാക്കപ്പെടുക. പേപ്പർ പൂരിപ്പിക്കുന്നതിനപ്പുറത്ത് ഏതൊക്കെ രീതിയിൽ ഇന്ന് ഇതിന് പുറത്തുള്ള ഗവൺമെൻറ് ശ്രമങ്ങൾ നടക്കുന്നുണ്ട്, അത് മനസ്സിലാക്കൽ എന്നതൊരു സാങ്കേതിക രാഷ്ട്രീയത്തിൻ്റെ മനസ്സിലാക്കണം. അതിൻ്റെ ജാഗ്രത എന്ന് പറയുന്നത് ഇനി കേരളത്തിൽ ഏത് ഭരണകൂടം വരികയാണെങ്കിലും അവരുടെ IT നയങ്ങളിൽ കാണേണ്ട ജാഗ്രത കൂടിയാണ്. ആ തിരിച്ചറിവോടുകൂടി നമ്മൾ ഇടപെട്ടാൽ മാത്രമേ പൗരത്വ നിയമത്തിൻ്റെ പ്രശ്നത്തെ പ്രതിരോധിക്കാൻ പറ്റുള്ളൂ. അതായത് ആസാമിൽ നടന്ന പോലെയുള്ള ഒരു ഡോക്യുമെൻ്റ് എക്സസൈസ് തന്നെ ആവണമെന്ന് നിർബന്ധമില്ല. പക്ഷേ അതിൻ്റെ എല്ലാ തരത്തിലുള്ള ബുദ്ധിമുട്ടുകളും ഇതിന് പുറത്തും വരും. അപ്പോൾ ഇതാണ് ഞാൻ പറയാൻ ശ്രമിക്കുന്നത്. അപ്പോൾ നമുക്ക് നമ്മൾ ഒരു മുദ്രാവാക്യം എന്ന നിലയിൽ കാഗസ് നഹി ദിഖാത്തെ ഹേ എന്ന് പറയുന്നു. ഫോം പൂരിപ്പിക്കണോ ഫോം പൂരിപ്പിക്കണ്ടേ എന്നുള്ള ചർച്ചകൾ നടക്കുന്നു. NPR ആയിട്ടാണോ ഇത് നടക്കുക എന്നുള്ള തരത്തിലുള്ള ആശങ്കകൾ നടക്കുന്നു. NPRനെ തടയുന്നതിൽ കേരളം 2019 വലിയൊരു സ്റ്റെപ്പാണ് ചെയ്തത്. അന്ന് NPR എന്ന് പറയുന്നത് നാഷണൽ പോപ്പുലേഷൻ രജിസ്റ്റർ. അപ്പോൾ ഇതിന് നമ്മൾ ഈ പ്രൊജക്റ്റ് എന്താണ്, ഇതിൻ്റെ രാഷ്ട്രീയമാനം എന്താണ്, നിയമപരമായ മാനം എന്താണ്, ഇതിനപ്പുറത്ത് എന്തൊക്കെ സാങ്കേതിക ഡാറ്റാബേസ് നിർമ്മിതികൾ നടക്കുന്നുണ്ട്, ഇതിനെപ്പറ്റി ഒന്ന് മനസ്സിലാക്കിയാൽ മാത്രമേ ഇതെങ്ങനെ മുന്നോട്ട് പോകുമെന്നതിനെപ്പറ്റി ക്ലാരിറ്റി വരുള്ളൂ. അപ്പോൾ ഇതിലാദ്യം നമുക്ക് മനസ്സിലാക്കാനുള്ള കാര്യം എന്താണ് നാഷണൽ NRC എന്ന് പറയുന്നത് നാഷണൽ രജിസ്ട്രി ഓഫ് സിറ്റിസൺസ്. ഇത് 2019 CAA ആക്ടിൽ വരുന്ന ഒരു കാര്യമല്ല. ഇത് 2003 CAA, അതായത് സിറ്റിസൺഷിപ്പ് അമെൻമെന്റ് ആക്ട് എന്ന് പറഞ്ഞ് 2003 വന്ന അമെൻമെന്റിലാണ് NRC എന്ന ആശയം വരുന്നത്. അതിൻ്റെ ഇംപ്ലിമെന്റേഷൻ റൂളുകളിലാണ് പോപ്പുലേഷൻ രജിസ്റ്റർ എന്ന രീതിയിൽ NPR തയ്യാറാക്കുക എന്ന ആശയം വരുന്നത്. അന്ന് അതൊരു ഡാറ്റാബേസ് എക്സസൈസ് ആയിരുന്നില്ല. ഗ്രാമസഭകളിലൊക്കെ കൂടി ഗ്രാമസഭകളിൽ നിങ്ങൾ ആ നാട്ടിലെ പോപ്പുലേഷൻ്റെ ലിസ്റ്റ് ഉണ്ടാക്കിക്കൊണ്ട് അത് കഴിഞ്ഞ് ആ ലിസ്റ്റുകൾ പബ്ലിഷ് ചെയ്തുകൊണ്ട് അത് ഗ്രാമസഭ വെറ്റ് ചെയ്തുകൊണ്ട് തീരുമാനിക്കപ്പെടുക എന്നൊക്കെ ഉള്ളതായിരുന്നു അന്നത്തെ ആശയം. അന്നത്തെ എനിക്ക് തോന്നുന്നു 2003 അല്ല 2010 ഇതിൻ്റെ ഇംപ്ലിമെന്റേഷൻ ഗൈഡ് ലൈൻ ഉണ്ടാക്കിയപ്പോൾ ഉള്ള ആശയം ഉണ്ടായിരുന്നത്. ഇത് കഴിഞ്ഞിട്ടാണ് ഇതിനുള്ളിൽ ഒരു ഡാറ്റാബേസ് സ്റ്റേറ്റ് ഇടപെടൽ എന്ന രീതിയിൽ ആധാർ പ്രൊജക്റ്റ് വന്ന് ഇടപെടുന്നത്. അതുകൊണ്ടുണ്ടാക്കിയ മാറ്റങ്ങളുണ്ട്. നമുക്ക് ആദ്യം അതിൻ്റെ സിറ്റിസൺഷിപ്പ് എന്ത് എന്നുള്ളൊരു ബേസ് നമുക്ക് സംസാരിക്കാം. അത് കഴിഞ്ഞ് എങ്ങനെയാണ് അത് NPRൽ എത്തുന്നതെന്ന് സംസാരിക്കാം. അത് കഴിഞ്ഞ് ഇതിന് മുകളിൽ വന്നിട്ടുള്ള പുതിയ ഡാറ്റാബേസ് സ്റ്റേറ്റ് പ്രൊജക്റ്റുകൾ ഏതൊക്കെയാണ്, അതിന് നമുക്ക് എന്തൊക്കെ ചെയ്യാൻ പറ്റും, അതിൽ ഈ കോവിഡ് 2019 പ്രത്യേകിച്ചും കോവിഡ് കാലം കഴിഞ്ഞ് എന്തൊക്കെ പുതിയ പ്രൊജക്റ്റുകൾ വന്നിട്ടുണ്ട്, എന്തൊക്കെ രീതിയിൽ വിവരങ്ങൾ കളക്ട് ചെയ്യപ്പെടുന്നുണ്ട്, ഇതിൽ ഗവൺമെൻറ്റുകളുടെ റോളുണ്ട്, സ്റ്റേറ്റ് ഗവൺമെൻറ്റുകളുടെ റോളുണ്ട്, സ്റ്റേറ്റ് ഗവൺമെൻറ്റുകൾ ഇതിൽ ഏതൊക്കെ രീതിയിൽ വിവരങ്ങൾ കോൺട്രിബ്യൂട്ട് ചെയ്യപ്പെടുന്നുണ്ട്, ഇത്തരത്തിലുള്ള കാര്യങ്ങളെപ്പറ്റി സംസാരിക്കണമെന്ന് വിചാരിക്കണം. അപ്പോൾ ചുരുക്കി പറയുകയാണെങ്കിൽ നമ്മളിപ്പോൾ ഒരു ഇലക്ഷൻ്റെ മുന്നിൽ നിൽക്കുകയാണ്. ഇന്ത്യയിൽ 1955 ആദ്യത്തെ സിറ്റിസൺഷിപ്പ് ആക്ട് വരുന്നത്. പക്ഷേ നമ്മുടെ ഭരണഘടനാ ശില്പികളും അതുപോലെ തന്നെ ആദ്യകാല നേതാക്കന്മാരും ചെയ്തത്, പ്രധാനപ്പെട്ട ഒരു കാര്യം ചെയ്തത് ഇന്ത്യയിലെ ജനങ്ങളിൽ വിശ്വാസം ഉറപ്പിക്കുക എന്നതായിരുന്നു. അവർ ചെയ്ത കാര്യം എന്ന് പറഞ്ഞാൽ സിറ്റിസൺഷിപ്പ് എന്ന് പറഞ്ഞ് പൗരത്വം എന്തെന്ന് ഡിഫൈൻ ചെയ്യുന്നതിന് മുമ്പേ ഇന്ത്യയിലെ താമസക്കാർക്കെല്ലാം വോട്ടവകാശം കൊടുക്കുക എന്നൊരു കാര്യമായിരുന്നു അവർ ആദ്യം ചെയ്ത പരിപാടി. അത് ജനങ്ങളെ വിശ്വസിക്കുക എന്ന് പറഞ്ഞ പരിപാടി. ഇതിനുശേഷം നമ്മൾ ഭരണഘടനാ രൂപീകരണ ചർച്ചകളൊക്കെ നമ്മൾ വായിക്കുമ്പോൾ അതിൽ മനസ്സിലാക്കാവുന്ന ഒരു കാര്യം എന്ന് പറഞ്ഞാൽ എങ്ങനെയാണ് പോപ്പുലേഷൻ എന്ന് പറയുന്ന നിങ്ങളുടെ താമസക്കാർ എന്ന് പറയുന്നതിനെ നിർവചിച്ചിട്ടുള്ളത്, അതിനൊപ്പം എങ്ങനെയാണ് സിറ്റിസൺഷിപ്പ് എന്ന് പറയുന്ന പൗരത്വം എന്ന് പറയുന്ന ആശയം അതിൻ്റെ ഉള്ളിൽ നിന്ന് വരുന്നത് എന്നുള്ളൊരു കാര്യമുണ്ട്. അപ്പോൾ അത് ഒരിക്കലും മതം വെച്ചുള്ളൊരു സിറ്റിസൺഷിപ്പ് ആയിരുന്നില്ല. അവരുടെ നമ്മൾ ചർച്ചകൾ നോക്കുമ്പോൾ ഇതൊക്കെ കാണാൻ പറ്റും. എനിക്ക് തോന്നുന്നു ഇവിടെ ഉള്ള പുസ്തകങ്ങൾ, എൻ്റെ ഒരു പുസ്തകം ഇരിക്കുന്നുണ്ട് ഇപ്പോൾ ഇവിടെ, ഈ മാധവ് ഖോസ്ലയുടെ ഇന്ത്യ ഫൗണ്ടിങ് മൂവ്മെന്റ് എന്ന് പറഞ്ഞൊരു ബുക്കുണ്ട്. ഈ വിഷയത്തിലുള്ള ഒരു നല്ലൊരു പുസ്തകമാണ് ഈ പുസ്തകം, മാധവ് ഖോസ്ലയുടെ ഇന്ത്യ ഫൗണ്ടിങ് മൂവ്മെന്റ്. ഇതിൽ കുറേ ചർച്ചകൾ ആ കാലത്തെ അതിനെപ്പറ്റി സമ്മറൈസ് ചെയ്ത് പറയുന്നുണ്ട്. അപ്പോൾ ഇത്തരത്തിൽ ഒരു
ഇതിന് ശേഷം സിറ്റിസൺഷിപ്പ് എന്ന് പറഞ്ഞ കൺസെപ്റ്റിന്റെ ഒരു എവല്യൂഷൻ പറയുകയാണെങ്കിൽ 87 ശേഷം ഇന്ത്യയിൽ ജനിച്ചവരെല്ലാം ഇന്ത്യക്കാരാണെന്നും എന്നുള്ള ഒരു ബൈ ബർത്ത് പ്രോസസ് ഉണ്ട്. അതുപോലെ നാച്ചുറലൈസേഷൻ എന്ന് പറഞ്ഞൊരു സ്വാഭാവികമായി ഇന്ത്യക്കാരാവുന്ന ഒരു സ്റ്റെപ്പ്, അതായത് ഇവിടെ താമസിച്ച് 10 വർഷം താമസിച്ചു കഴിഞ്ഞാൽ നിങ്ങൾക്ക് സിറ്റിസൺഷിപ്പിന് അപേക്ഷ കൊടുത്ത് സിറ്റിസൺ ആവാമെന്നുള്ള ഒരു പ്രോസസ്സുണ്ട്. ഇതാണ് 87 സ്ഥിതിയിൽ ഇന്ത്യയിലെ ഒരു എങ്ങനെയാണ് സിറ്റിസൺഷിപ്പ് നിലനിന്നിരുന്നത്. ആസാം അക്കോർഡിന്റെ കാര്യം വ്യത്യസ്തമാണ്. അവിടുത്തെ പ്രത്യേകിച്ചും അവിടെ 70കളുടെ 80കളിലൊക്കെയുള്ള രാഷ്ട്രീയമായി പാർശ്വവൽക്കരിക്കപ്പെടുന്നുള്ള ഭീതിയൊക്കെ അതിൽ വലിയൊരു വേറൊരു തരത്തിലുള്ള പ്രശ്നം അവിടെ ഉണ്ടായിട്ടുണ്ട്. പക്ഷേ നമ്മൾ ഇന്ത്യയുടെ കാര്യം നോക്കുമ്പോൾ നമുക്ക് പറയേണ്ട ഒരു കാര്യം എന്താ വെച്ചാൽ, ഇതിൽ ഇന്ത്യൻ ഗവൺമെന്റ് അല്ലെങ്കിൽ ഇന്ത്യയുടെ ഭരണഘടനാ ശില്പികൾ പിന്നീടുള്ള ചർച്ചകളിലും ഒക്കെ കണ്ടിട്ടുള്ളത് എന്താ വെച്ചാൽ, ഒരു എക്കണോമിക് മൈഗ്രേഷൻ ഇന്ത്യൻ ഉപഭൂഖണ്ഡത്തിനുള്ളിൽ നടക്കുന്നത്, അതായത് ജോലിക്കും തൊഴിലിനും വേണ്ടി ആൾക്കാർ അങ്ങോട്ടും ഇങ്ങോട്ടും പോകുമെന്നുള്ള പൂർണ്ണ ധാരണയോട് കൂടി തന്നെയാണ് അവർ ഈ പരിപാടികൾ ഈ നിയമങ്ങൾ അന്ന് ഉണ്ടാക്കിയിരുന്നത്. അതുപോലെ ഒരു ഈവൺ ആസാം അക്കോർഡിന്റെ കാലത്തിൽ പോലും അവർ പറഞ്ഞ ഒരു കാര്യം എന്ന് പറയുന്നത് 66 മുതൽ 71 വരെ ജനിച്ചവരാണെങ്കിൽ രജിസ്റ്റർ ചെയ്യണം, രജിസ്റ്റർ ചെയ്ത് അവർക്ക് സിറ്റിസൺഷിപ്പ് കിട്ടും. അത് ഇന്ന് നമുക്ക് നമ്മുടെ കേരളത്തിന്റെ കോണ്ടെക്സ്റ്റിൽ ഇത് വാലിഡ് അല്ല, ഞാനത് അതിനെപ്പറ്റി കൂടുതൽ പറയുന്നില്ല. പക്ഷെ 10 വർഷം താമസിച്ചാൽ വോട്ടിംഗ് ഒഴിച്ചുള്ള അവകാശങ്ങൾ കിട്ടും എന്നൊക്കെ പറഞ്ഞൊരു മോഡായിരുന്നു ആസാമിലത്തെ ഉള്ളത്. അതുപോട്ടെ 86, 87 സമയത്ത് അതുപോലെ തന്നെ നമ്മൾ ഇന്ത്യയിൽ നോക്കുകയാണെങ്കിൽ ഈ ശ്രീലങ്കൻ പ്രതിസന്ധികൾ, ബംഗ്ലാദേശ് യുദ്ധമൊക്കെ കഴിഞ്ഞ കാലത്ത്, അപ്പോൾ ഇന്ത്യയിലേക്ക് ആൾക്കാർ വരികയും പോവുകയും ചെയ്യുന്ന അവസ്ഥ വരുമ്പോഴാണ് ഇന്ത്യയിൽ എങ്ങനെ ബൈ ബർത്ത് എങ്ങനെ സിറ്റിസൺഷിപ്പ് എന്നതിൽ ഒരു മാറ്റം വരുന്നത്. അവരെന്ത് ചെയ്യുന്നു വെച്ചാൽ, അന്ന് ഒരു പാരന്റ്, അതായത് അച്ഛനോ അമ്മയോ ആരെങ്കിലും ഒരാൾ ഇന്ത്യൻ സിറ്റിസൺ ആണെങ്കിൽ കുട്ടിക്ക് ഇന്ത്യൻ സിറ്റിസൺഷിപ്പ് എന്നൊരു മാറ്റം അതിൽ കൊണ്ടുവരുന്നു. അപ്പോൾ അതാണ് ആദ്യമായിട്ട് ഈ ജനനത്തിലെ സിറ്റിസൺഷിപ്പിൽ മാറ്റം വരുന്നത്. ഇത് വലിയ രീതിയിൽ മാറുന്ന ഒരവസ്ഥ വരുന്നത് 2003 CAA വരുമ്പോഴാണ്. ഈ 2003 CAA നമ്മൾ ഇതിന്റെ സാങ്കേതിക രാഷ്ട്രീയം മനസ്സിലാക്കുന്നതിൽ വളരെ പ്രധാനമാണ്. കാരണം എന്താ വെച്ചാൽ അതിലാണ് മൊത്തം ഈ ഡെഫിനിഷനുകൾ മാറി മറിയുന്നത്. അന്നത്തെ ഒരു സാഹചര്യം എന്താ വെച്ചാൽ, കാർഗിൽ യുദ്ധത്തിന് ശേഷമുള്ള സമയമാണ്. ബംഗ്ലാദേശി കുടിയേറ്റക്കാർ എന്ന് പറയുന്നത് ഭീഷണി ആയിക്കൊണ്ട് തന്നെ ഉന്നയിക്കപ്പെടുന്ന ഒരു സമയമായി മാറിയിട്ടുണ്ട്. ഒപ്പം കോസ്റ്റൽ സെക്യൂരിറ്റി ഒക്കെ ഒരു കൺസേൺ ആയിക്കൊണ്ടിരിക്കുന്നുണ്ട്. അത് പിന്നീട് മുംബൈ ടെറർ അറ്റാക്ക് ഒക്കെ കഴിഞ്ഞപ്പോൾ അത് വല്ലാതെ കൂടും ചെയ്തു. അപ്പോൾ സെക്യൂരിറ്റി എന്ന് പറയുന്ന ഒരു കാര്യം ഈ ഫ്രെയിമിലൊന്നും മുമ്പ് ഉണ്ടായിരുന്നില്ല, അതുകൂടി വന്നു. ഇതിനൊപ്പം തന്നെ കോടതികൾ ഈ ബംഗ്ലാദേശി കുടിയേറ്റക്കാർ എന്ന ഭീഷണി എന്നൊക്കെ പറഞ്ഞ പോലത്തെ കുറേ ജഡ്ജ്മെന്റുകൾ പുറത്തിറക്കിയിട്ടുണ്ട് ആ സമയത്ത്. അതായത് എക്കണോമിക് മൈഗ്രേഷനെ എക്സ്റ്റേണൽ അഗ്രഷൻ അല്ലെങ്കിൽ ഇന്റേണൽ ഡിസ്റ്റർബൻസ് എന്നൊക്കെ വിളിക്കാവുന്ന, ഇന്റേണൽ ഡിസ്റ്റർബൻസ് എന്നൊക്കെ പറഞ്ഞാൽ അടിയന്തരാവസ്ഥ പ്രഖ്യാപിക്കാനുള്ള കാരണമാണ്. അങ്ങനെയുള്ള ടെർമിനോളജികൾ വെച്ചാണ് അന്ന് കോടതി ഇതിനെ പലപ്പോഴും വിശേഷിപ്പിച്ചത്. അപ്പോൾ 2003 BJP ഭരണത്തിലുള്ളപ്പോൾ കൊണ്ടുവന്ന CAA-യിലാണ് ഇപ്പോഴത്തെ പൗരത്വ പ്രശ്നങ്ങളുടെ കാരണം കിടക്കുന്നത്. അത് കൊണ്ടുവന്നത് 3 ആശയങ്ങളാണ്. ഒന്ന്, നാഷണൽ രജിസ്ട്രി ഓഫ് സിറ്റിസൺസ് എന്ന് പറയുന്ന NRC എന്ന് പറയുന്ന ആശയം. 2, ഇല്ലീഗൽ മൈഗ്രൻസ് എന്ന് പറയുന്ന ആശയം. 3, OCI എന്ന് പറയുന്ന ഓവർസീസ് ഇന്ത്യൻസിന്റെ കാർഡുകൾ എന്ന് പറയുന്ന ആശയം. ഇതിൽ ഏറ്റവും വലിയ മാറ്റം വന്നത് ഈ ബൈ ബർത്ത് സിറ്റിസൺഷിപ്പ് എന്നതിന്റെ ഡെഫിനിഷനിൽ വലിയ മാറ്റം വന്നു. അതായത് 86 സമയത്ത് ഒരു അച്ഛനോ അമ്മയോ ഏതെങ്കിലും ഒരാൾ ഇന്ത്യക്കാരനാണെങ്കിൽ കുട്ടിക്ക് പൗരത്വം എന്നതിന് പകരം അതിന്റെ ഡെഫിനിഷൻ മാറുന്നത് either of the parent is illegal immigrant, child lose citizenship എന്നാണ്. അതായത് അച്ഛനോ അമ്മയോ ഏതെങ്കിലും കാലത്ത് ഇല്ലീഗൽ മൈഗ്രന്റ് എന്ന് മുദ്ര കുത്തപ്പെട്ടാൽ കുട്ടിക്ക് പൗരത്വം ഇല്ലാതാകും എന്നതാണ്. ഇത് എന്ന് പറയുന്നത് ഒരു മതവിഭാഗത്തെ മാത്രം ബാധിക്കുന്ന കാര്യമൊന്നുമല്ല, മുസ്ലിങ്ങളെ മാത്രമല്ല, ഒരുപാട് തലമുറകളെ ബാധിക്കുന്ന കാര്യമാണ്. വെച്ചാൽ നിങ്ങൾക്ക് ഇതിന് മീതിയുള്ള പ്രൂവ് ചെയ്യാനുള്ള റെസ്പോൺസിബിലിറ്റി എന്ന് പറയുന്നതിൽ പ്രാധാന്യം കൂടുക എന്നതാണ് ഇതിലുണ്ടാവുന്നത്. അതുപോലെ തന്നെ ഈ 2019 CAA എത്തുമ്പോൾ അടുത്ത സ്റ്റേജ് ആയിട്ട് OCI കാർഡ് ക്യാൻസൽ ചെയ്യലൊക്കെ അടക്കുന്ന അതിനുള്ള എക്സിക്യൂട്ടീവ് ഓർഡറുകളുടെ റൂം കൂടി ഗവൺമെന്റ് ഉദ്യോഗസ്ഥന്മാർക്ക് എന്ത് നടപടിക്രമങ്ങൾ എടുക്കാമെന്നുള്ള അവസ്ഥ വന്നു. ഇതൊക്കെ വരുന്നുണ്ട്. അപ്പോൾ ഈ ഇതിന്റെ 2003 CAA-യുടെ ഇംപ്ലിമെന്റേഷൻ റൂളുകളിലാണ് NPR എന്ന് പറഞ്ഞ സാധനം വരുന്നത്, നാഷണൽ പോപ്പുലേഷൻ രജിസ്റ്റർ. അപ്പോൾ ഈ NPR എന്ന് പറയുന്നത്
അന്നത്തെ സമയത്ത് ആൾക്കാരുടെ ശ്രദ്ധയിലൊന്നും കാര്യമായിട്ട് പെട്ടിട്ടില്ല. ഇത് ആദ്യമായിട്ട് നടപ്പിലാക്കുക എപ്പോഴായിരിക്കും? സ്വാഭാവികമായിട്ടും അടുത്ത സെൻസസ് വരും. അതായത് 2010 സെൻസസിന് മുമ്പാണ് നടപ്പിലാക്കപ്പെടുക. 2009 BJP മാനിഫെസ്റ്റോ ആ സമയത്ത് എടുത്ത് പരിശോധിക്കേണ്ട ഒന്നാണ്. 2009 BJP മാനിഫെസ്റ്റോയിൽ പറയുന്ന പ്രധാനപ്പെട്ട കാര്യം മൾട്ടി പർപ്പസ് നാഷണൽ ഐഡന്റിറ്റി കാർഡുകൾ നടപ്പിലാക്കും എന്നാണ്. ഈ സാധനമാണ് UPA ജയിച്ചപ്പോൾ ഇത് രൂപം മാറിക്കൊണ്ട് ആധാർ എന്ന പേരിൽ ക്ഷേമ പദ്ധതികളുടെ പേരിൽ പിന്നീട് മന്ദൻ നീലയാണ് ഹെഡായിട്ട് അടിച്ചേൽപ്പിക്കപ്പെടുന്നത്. അതായത് ഓരോ മുന്നണിക്ക് അനുസരിച്ച് കുപ്പായം മാറ്റി ഇറക്കുന്ന ഒരേ തരത്തിലുള്ള പ്രൊജക്റ്റായിട്ടാണ് ഈ സാധനം വരുന്നത്. ഇപ്പോൾ ഇതിനൊപ്പം ഇനിയാണ് ഇത് ഒരു ഡാറ്റാബേസ് സ്റ്റേറ്റ് എക്സ്പെരിമെൻ്റ് ആയിട്ട് മാറുന്ന കാലം. അപ്പോൾ ഇത് നമ്മൾ പലപ്പോഴും ഗവൺമെൻറ്റൊക്കെ പറഞ്ഞു കേട്ടിട്ടുണ്ട്, നിങ്ങൾ കൂടുതലായിട്ട് ഡോക്യുമെൻറ്റുകളൊന്നും സർക്കാർ നിങ്ങൾ കാണിക്കേണ്ടി വരില്ല എന്ന്. കാഗസ് നഹി ദിഖാത്തെ എന്ന് പറയും നിങ്ങൾ കൂടുതൽ ഡോക്യുമെൻ്റ് കാണിക്കേണ്ടി വരില്ല എന്ന് സർക്കാർ പറയും. എന്തുകൊണ്ട് ഇങ്ങനെ പറയുന്നു? കാരണം എന്താ വെച്ചാൽ ഇത് പലപ്പോഴും ഒരു ഡാറ്റാബേസ് എക്സസൈസ് ആയിട്ടാണ് നടക്കുന്നത് എന്നുള്ളതാണ്. അതുകൊണ്ട് അത് എങ്ങനെ എന്ന് നമുക്ക് കൂടുതൽ വിശദമാക്കാം. അപ്പോൾ ഇതിനൊപ്പം നമുക്ക് ഈ മൊത്തം NPR എക്സസൈസ് മുഴുവൻ ഒരു എക്സിക്യൂട്ടീവ് പവറിൻ്റെ എക്സസൈസാണ്. ഇത്തരത്തിലുള്ള ഡാറ്റാബേസ് പ്രൊജക്റ്റുകളും ഒരു എക്സിക്യൂട്ടീവ് പവറിൻ്റെ എക്സസൈസാണ്. അതുകൊണ്ട് തന്നെ രാഷ്ട്രീയ നേതാക്കന്മാർക്ക് ഇതിനുള്ളിൽ വലിയ ധാരണയൊന്നും മിക്കവാറും കാലത്ത് ഉണ്ടായിരുന്നില്ല എന്ന് പറയും. 2010-2013 കാലത്ത് ചിദംബരം ആഭ്യന്തരമന്ത്രിയും AK ആന്റണി പ്രതിരോധ മന്ത്രിയായിരുന്ന കാലത്ത് ആണ് ഈ NPRന്റെ നടത്തിപ്പ് തുടങ്ങുന്നത്. അന്ന് ആധാർ പ്രൊജക്റ്റും NPRും തമ്മിലുള്ള ചില തർക്കങ്ങളും ഒക്കെ അതിൻ്റെ ഒപ്പം നടക്കുന്നുണ്ട്. ആ തർക്കങ്ങൾ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഏതാണ് കൂടുതൽ വലുത് എന്നുള്ള തർക്കങ്ങൾ നടക്കുന്നു. അവസാനം തീരുമാനിക്കപ്പെടുന്നു NPRും ആധാറും കൂടി ഒറ്റ ഡാറ്റാബേസ് ആക്കാം. അതായത് NPR എന്ന് പറയുന്നത് 50% സ്റ്റേറ്റുകൾ നടത്തട്ടെ, 50% സ്റ്റേറ്റുകളിൽ ആധാർ നടത്തട്ടെ. എന്നിട്ട് പക്ഷേ NPR എന്ന് പറയുന്ന പോപ്പുലേഷൻ രജിസ്റ്റർ എന്ന് പറയുന്ന സാധനം ഉണ്ടാക്കുന്ന സെൻസസ് രജിസ്ട്രാർ എന്ത് ചെയ്യും? ആധാർ പ്രൊജക്റ്റിൻ്റെ ഒരു രജിസ്ട്രാറായിട്ട് മാറും. ഇതിനിടയിലാണ് അപ്പോൾ ഈ ഡാറ്റാബേസുകളുടെ പ്രാധാന്യം മനസ്സിലാക്കുന്നതുകൊണ്ട് നരേന്ദ്രമോദി ഗുജറാത്ത് മുഖ്യമന്ത്രി ആയിരുന്നൊക്കെ കാലത്ത് അവരൊക്കെ കൂടി പിന്നീട് ചിദംബരത്തെ കാണുകയും അന്ന് മീറ്റിംഗ് നടക്കുകയും ചെയ്തിട്ട് എന്ത് ചോദിച്ചാൽ സ്റ്റേറ്റുകൾക്ക് കൂടി ഡാറ്റാബേസ് വേണം എന്ന് തീരുമാനിക്കപ്പെട്ടു. അങ്ങനെ 14 സ്റ്റേറ്റുകളിൽ സ്റ്റേറ്റ് റെസിഡൻറ്റ് ഡാറ്റ ഹബ്ബുകൾ എന്ന് പറഞ്ഞൊരു സാധനം ഉണ്ടാവും. അതായത് നിങ്ങൾ പണ്ട് 2010 സെൻസസിൻ്റെ ഭാഗമായിട്ട് 2014 വരെയുള്ള കാലഘട്ടത്തിനുള്ളിൽ സെൻസസിനായിട്ട് നിങ്ങൾ ചെല്ലുമ്പോൾ NPR എന്ന് പറഞ്ഞ് ഡാറ്റ കളക്ഷൻ നടത്തുന്നു. ഈ NPR ഡാറ്റ കളക്ഷനിൽ 2 ഭാഗമാണ് നടക്കുന്നത്. ഒന്ന് ആധാറിന് വേണ്ട വിവരങ്ങൾ, 2 NPRന് വേണ്ട വിവരങ്ങൾ. ഇതിനൊപ്പം മൂന്നാമതായിട്ട് സ്റ്റേറ്റുകൾ ആവശ്യപ്പെടുന്ന വിവരങ്ങൾ. അതിനെ KYR+ എന്ന് പറയും. ഈ സ്റ്റേറ്റുകൾ ആവശ്യപ്പെടേണ്ട വിവരങ്ങൾ സ്റ്റേറ്റ് റെസിഡൻറ്റ് ഡാറ്റ ഹബ് എന്ന് പറഞ്ഞ ഒരു സാധനത്തിലേക്ക് പോകും. NPRന്റെ വിവരങ്ങൾ NPRന്റെ രജിസ്റ്ററുടെ കയ്യിലിരിക്കും. ഇതിൻ്റെയൊക്കെ ഡീഡ്യൂപ്ലിക്കേഷൻ എന്ന് പറഞ്ഞ പരിപാടിക്ക് വേണ്ടിയിട്ട് ഈ വിവരങ്ങളൊക്കെ UIDAയ്ക്ക് കൈമാറുകയും ചെയ്യും. ഇതായിരുന്നു ഇതിൻ്റെ ഒരു രീതി. അപ്പോൾ എനിക്ക് തോന്നുന്നു ഞാനൊരു ചില ഭാഗങ്ങൾ കാണിച്ചു തരാം. അപ്പോൾ ഇത് ആ സമയത്തെ ചില വിവരങ്ങളാണ്. അതായത് അന്നത്തെ 2013 കാലത്ത് അന്ന് ഇതല്ല ഞാനെടുക്കാം. അതായത് ഈ സ്റ്റേറ്റ് റെസിഡൻറ്റ് ഡാറ്റ ഹബ്ബുകൾ ആധാർ നമ്മൾ എൻറോൾ ചെയ്യുമ്പോൾ അതിൽ നിന്നുള്ള വിവരങ്ങൾ ഈ SRDH എന്ന് പറയുന്ന ഈ സ്റ്റേറ്റ് ഡാറ്റ ഹബ്ബിൽ പോകും. അതിന്ന് സ്കോളർഷിപ്പ്, ലാൻഡ് റെക്കോർഡ്, നരേഗ, PDS ഇതൊക്കെ ആയിട്ട് ബന്ധിപ്പിച്ചെടുക്കും. അങ്ങനെ സ്റ്റേറ്റിൻ്റെ കയ്യിൽ ആധാർ ഡാറ്റയുടെ തന്നെ ഒരു കോപ്പി ഉണ്ടാവും. ഇതാണ് SRDH എന്ന് പറയുന്ന ഫ്രെയിംവർക്ക്. ഇതിനൊപ്പം തന്നെ നമ്മൾ എന്തുണ്ടാവും വെച്ചാൽ ഈ KYR എന്ന് പറയുന്ന നോ യുവർ റെസിഡൻറ്റ് പ്ലസ് എന്ന് പറയുന്നത് സ്റ്റേറ്റ് ആവശ്യപ്പെടുന്ന മറ്റ് എക്സ്ട്രാ വിവരങ്ങളാണ്. ബയോമെട്രിക്സ് ഇതെല്ലാം കൊടുക്കുന്നത് എന്ത് ചെയ്യും? ഇത്
SRDH-ലേക്കും CIDR, അതായത് UIDA, ഇത് പറയുന്ന CIDR എന്ന് പറയുന്നത് UIDA, SRDH എന്ന് പറഞ്ഞ സ്റ്റേറ്റ്, ഇത് രണ്ടും തമ്മിൽ സിങ്ക് ചെയ്യപ്പെടും. കേരളത്തിലും ഇതുപോലെ ഒരു SRDH ഉണ്ട്, അത് IT മിഷനാണ് റൺ ചെയ്യുന്നത്. അപ്പോൾ ഇങ്ങനെയായിരുന്നു ഈ പ്രൊജക്റ്റ്. അപ്പോൾ ഇതിൽ അന്ന് NPR-ന്റെ ഭാഗമായിട്ട് വിവരം കളക്ട് ചെയ്യപ്പെട്ടു. ഈ വിവരങ്ങളൊക്കെ ആധാറിലെത്തി. അന്ന് യാതൊരു നിയമവും ഇല്ലാതെയാണ് വിവരങ്ങൾ കളക്ട് ചെയ്യുന്നത്. അത് ആധാർ ആക്ട് വന്നിട്ടില്ല അന്ന്. അപ്പോൾ ഈ കളക്ട് ചെയ്ത വിവരങ്ങളുടെ ഒപ്പം എനിക്ക് തോന്നുന്നു NPR-ൽ തന്നെ ചില കാർഡുകളുടെ വിതരണം അന്ന് നടത്തിയിരുന്നു. അന്ന് ഈ കോസ്റ്റൽ ID കാർഡുകൾ എന്ന് പറഞ്ഞ് ഫിഷർമെൻസിനൊക്കെയുള്ള ഒരു ID കാർഡിൻ്റെ വിതരണം അന്ന് നടത്തിയിട്ടുണ്ട്. അപ്പോൾ ഇതിൽ ഇൻഓർഗാനിക് സീഡിങ് എന്നൊക്കെ പറഞ്ഞ രീതിയിലുള്ള വിവര സംഭരണങ്ങൾ നടക്കുന്നുണ്ട്. അത് പോട്ടെ, ഇത് പല വിവരങ്ങളുണ്ട്. അത് പിന്നീട് ഞാൻ ലിങ്കുകൾ വേണമെങ്കിൽ പിന്നീട് തരാം. അപ്പോൾ ഇത് കഴിഞ്ഞ് 2015 ആകുമ്പോൾ എന്തുണ്ടായിച്ചാൽ 2015 ഒരു സർക്കാർ തീരുമാനം NPR-ഉം ആധാറും അതുപോലെ DBT പ്രൊജക്റ്റും ചേർന്ന് ഒന്നിച്ച് മീറ്റിംഗ് നടത്തിക്കൊണ്ട് ഈ വിവരങ്ങളെല്ലാം ചേർത്തുകൊണ്ട് ഒരു മദർ ഡാറ്റാബേസ് എന്ന് പറഞ്ഞ സാധനമാക്കാൻ വേണ്ടി തീരുമാനിച്ചു. എന്ന് എക്സ്പാൻഡ് ചെയ്യാൻ പറ്റുമോ നോക്കട്ടെ. അതായത് ഗവൺമെൻറ് തീരുമാനിക്കുന്നത് എന്താ വെച്ചാൽ, ഇപ്പോൾ ഈ അന്നും ആധാർ ആക്ട് വരുന്നത് 2016-ലാണ്. ആധാർ ആക്ടിന് മുമ്പേ ഈ വിവരങ്ങളൊക്കെ ചേർത്തുകൊണ്ട് ഒറ്റ ഡാറ്റാബേസ് ആക്കാൻ തീരുമാനിച്ചു. അതായത് ആധാറിലെ വിവരങ്ങൾ, NPR-ലെ വിവരങ്ങൾ, പുറമെ DBT പ്രൊജക്റ്റുകളുടെ വിവരങ്ങൾ. ഇതിൻ്റെ ഇതിന് മീറ്റിങ്ങിൽ നീതി ആയോഗും UIDA-യും ഹോം മിനിസ്ട്രിയും അതുപോലെ DBT മിഷനും മിനിസ്ട്രി ഓഫ് ഫൈനാൻസും ഒക്കെ ചേർന്നിട്ടാണ് ഇത്തരത്തിൽ ഡാറ്റാബേസുകൾ നിയമവിരുദ്ധമായിട്ട് കൂട്ടിച്ചേർക്കാൻ തീരുമാനിക്കുന്നത്. ഇതിനൊപ്പം തന്നെ വോട്ടർ ID ആധാറും തമ്മിൽ ലിങ്ക് ചെയ്യാനുള്ള ചർച്ചകളും ആ സമയത്ത് തുടങ്ങിയിട്ടുണ്ട്. പക്ഷേ അത് പിന്നീട് പിൻവലിക്കപ്പെട്ടു. കേരളത്തിലൊക്കെ ഇപ്പോൾ ഞാനടക്കമുള്ള പലരും അതിനെതിരെ പരാതി അയച്ചിട്ടുണ്ടെന്ന്. 2006 ആധാർ ആക്ട് വന്നതിന് ശേഷം കോടതിയിൽ കേസ് നടക്കുന്നുണ്ടായിരുന്നു. റൈറ്റ് ടു പ്രൈവസി കേസ് നടക്കുന്നുണ്ടായിരുന്നു. പക്ഷേ ഈ ഇല്ലീഗൽ ലിങ്കിങ് അന്ന് നടന്നുകൊണ്ടിരുന്നു. നമ്മൾ 2016 ആധാർ ആക്ടിന് ശേഷം നമ്മൾ കണ്ട വേറൊരു പ്രോസസ്സ് എന്തായിരുന്നു എന്ന് വെച്ചാൽ, നിരത്തി എല്ലാ ഡാറ്റാബേസുകളിലും ആധാർ ചേർക്കുക എന്നുകൂടിയായിരുന്നു. ഇതിൻ്റെ ഞാൻ ആധാറിലേക്ക് വരുന്നതിന് മുമ്പ് എന്തുകൊണ്ട് ഇതിലേക്ക് ഇത് പറയുന്നു എന്ന് പറയുന്ന ഒരു കാരണം കൂടി പറയാം. അതായത് ഞാനൊരു വീഡിയോ കാണിച്ചു തരാം. എനിക്കിതൊന്ന് കോൺഫിഗർ ചെയ്യേണ്ടി വരുമെന്ന് തോന്നുന്നു. അത് കോൺഫിഗർ ചെയ്ത് കഴിഞ്ഞിട്ട് ഞാനൊന്ന് വീഡിയോ കാണിച്ചു തരാം. അതായത് ഇതിൽ നടക്കുന്നൊരു പ്രോസസ്സ് എന്ന് പറയുന്നത്, NPR-ഉം ആധാറും എന്ന് പറയുന്നത് ഒറ്റ പ്രൊജക്റ്റായിട്ടാണ് നിലനിന്നുകൊണ്ടിരിക്കുന്നത്. ആധാറിൻ്റെ ബാക്കെൻഡ് ആയിക്കൊണ്ട് NPR നിലനിൽക്കുന്നു. അപ്പോൾ ആധാറിലുള്ള വിവരങ്ങൾ NPR-ന് കിട്ടും. ആധാർ CD എന്ന വിവരങ്ങൾ പിന്നീട് NPR-ലോട്ട് ചേർക്കപ്പെടും. ഈ രീതിയിലാണ് ഇത് ഉപയോഗിക്കപ്പെട്ടിരുന്നത്. അപ്പോൾ NPR and Aadhaar. No, I told you now that competition in the system is like market competition, right? So it's no different. So if we had a job of giving an ID to every resident, they had another project to give a citizenship card to every citizen, and so it was in some sense competing visions of what to do. Their vision is a vision of security. Our vision was a vision of development. But because the visions were different, but the underlying thing looked similar. Like you give a number of card to everybody. So everybody said, why are they doing that? We will do that. You know, usual stuff. Yeah. Sir, company mein bhi hota hai ye sab. Actually, the NPR is also using Aadhaar as its foundation. Finally, we resolved it by making Aadhaar as the back end of NPR. So we sorted it out several years back by sort of bringing the two together. Gopal. Finally, we resolved it by making Aadhaar as the back end of NPR. So it's with Aadhaar as the back end of NPR. So Aadhaar as the back end of NPR. So
NPR and Aadhaar. അപ്പോൾ എല്ലാവരും കേട്ടല്ലോ. അതായത് നീലഗഡി തന്നെ പറയുകയാണ്, ഞാനല്ല പറയുന്നത്. ആധാറിൻ്റെ ബാക്ക് എൻഡ് എന്ന് പറയുന്നത് NPR ആണ്. ഇത് രണ്ടും ഒറ്റ പ്രൊജക്റ്റാണ് എന്നാണ് കക്ഷി പറയുന്നത്. അപ്പോൾ ഈ NPR എക്സസൈസ് എന്തുകൊണ്ട് എന്നിട്ടും CAA കഴിഞ്ഞ് എന്തുകൊണ്ട് വീണ്ടും പുതിയ സെർച്ച് ചെയ്യണം, പുതിയ വിവരശേഖരണം വന്നു? ഇതിന് എനിക്കൊരു ഹൈപ്പോത്തസിസ് ഉണ്ട്. ഈ ഹൈപ്പോത്തസിസ് എന്താണെന്ന് വെച്ചാൽ 2016 ആധാർ ആക്ട് വരുന്നത്. ഈ ആധാർ ആക്ടിന് മുമ്പ് ഇത് കുറച്ച് വെൽഫെയർ പ്രൊജക്റ്റുകളിൽ മാത്രമാണ് ആധാർ ഉപയോഗിക്കപ്പെട്ടുകൊണ്ടിരുന്നത്. അതായത് MNREGA, ജൻധൻ യോജന, അതുപോലെ തന്നെ PF ഫാനങ്ങൾ, PF പ്രൊജക്റ്റ്, PFൻ്റെ വിതരണം, പിന്നെ നാഷണൽ സോഷ്യൽ അസിസ്റ്റൻസ് പ്രോഗ്രാം എന്ന് പറയുന്ന പെൻഷൻ വിതരണം. 2017 കൂടിയാണ് നിരത്തി ആധാർ ഉച്ചക്കഞ്ഞി തുടങ്ങി എല്ലാ സാധനത്തിനും മാൻഡേറ്ററി ആക്കുന്ന ഓർഡറുകൾ വരുന്നത്. അതായത് BJP അടുത്ത NPR എക്സസൈസ് എന്ന് പറയുന്നത് 2020 വരുമ്പോൾ അതിന് മുന്നോടിയായിട്ട് ഇതൊരു ഡാറ്റാബേസ് സ്റ്റേറ്റ് ഇടപെടലായിക്കൊണ്ട് ചെയ്യാമെന്ന് കരുതിക്കൊണ്ട് എല്ലാം കൂട്ടി യോജിപ്പിക്കാൻ ശ്രമിച്ചു എന്നാണ് ഞാൻ അതിനെപ്പറ്റി വിശ്വസിക്കുന്ന തിയറി. അതേസമയത്ത് ഇതിനെപ്പറ്റിയുള്ള രേഖകൾ എനിക്ക് മുഴുവനില്ല. ഞാൻ നേരത്തെ കാണിച്ച മദർ ഡാറ്റാബേസ് എന്ന് പറയുന്ന ഡോക്യുമെൻ്റ് ഞാൻ പറഞ്ഞല്ലോ, സെൽഫ് ക്ലീനിങ് മദർ ഡാറ്റാബേസ് എന്നാണ് അവർ ആധാർ NPRും ചേർന്നുള്ള ഡാറ്റാബേസിനെ പറയുന്നത്. എങ്ങനെയാണ് ഈ സെൽഫ് ക്ലീനിങ് നടത്തുക? സെൽഫ് ക്ലീനിങ് നടത്തണമെങ്കിൽ പ്രധാനപ്പെട്ട കാര്യമെന്ന് പറയുന്നത് നിങ്ങൾക്ക് ഉപയോഗിക്കപ്പെടുന്ന ഐഡികളാണ്, കൃത്യമായി ഉപയോഗിക്കപ്പെടുന്ന ഐഡികളാണ് ക്ലീൻ ചെയ്യപ്പെടുക. അതായത് ഇങ്ങനെ ഒരാളുണ്ട്, ഇയാൾ ഈ ഐഡികൾ വീണ്ടും വീണ്ടും ഉപയോഗിക്കുന്നു. അങ്ങനെയാണ് നിങ്ങൾക്ക് ഉപയോഗത്തിലില്ലാത്ത ഫേക്കുകളെയോ കോസ്റ്റുകളെയോ എടുത്ത് മാറ്റാൻ പറ്റും. അത് യുണീക്ക് ഐഡൻറ്റിറ്റി എന്ന് പറയുന്നതിൽ വലിയ യുണീക്നെസ് ഒന്നുമില്ല. അപ്പോൾ കാരണം എന്താ വെച്ചാൽ ബയോമെട്രിക് ഇന്ത്യക്കാർക്ക് മാത്രമല്ല, ഇന്ത്യക്ക് പുറത്തുമുണ്ട്. അപ്പോൾ അത് ആർക്കും കൂടി കൊണ്ടുവരാൻ പറ്റും. ബയോമെട്രിക് കൃത്രിമമായി ഉണ്ടാക്കാൻ പറ്റും, മിക്സ് ചെയ്യാൻ പറ്റും. അതൊരു യുണീക്കായ ഒരു എലമെൻ്റ് അല്ല ബയോമെട്രിക്, അതൊരു പ്രൈവറ്റായ എലമെൻ്റാണ്. അപ്പോൾ അത് പോട്ടെ, ഞാൻ അതിലേക്ക് കൂടുതൽ പോകുന്നില്ല. അപ്പോൾ നിങ്ങളുടെ രേഖകളുടെ, നിങ്ങളുടെ എക്സിസ്റ്റൻസിൻ്റെ അടിസ്ഥാനം എന്ന് പറയുന്നത് നിങ്ങളുടെ സ്റ്റേറ്റ് ഗ്രാൻഡ് ചെയ്ത് തരുന്ന ഒരു ബയോമെട്രിക് പെർമിഷനായിട്ട് മാറുകയാണ്. അപ്പോൾ ഇതിൽ എന്നാലും നിങ്ങൾക്ക് തീരുമാനമെടുക്കാനുള്ള അധികാരം, ഒപ്പം തന്നെ എക്സിക്യൂട്ടീവ് പവറിന് കൂടുതലായിക്കൊണ്ടിരിക്കുകയാണ്. ഇതൊക്കെ ഇതിൻ്റെ ഒപ്പം നടക്കുന്നുണ്ട്. അപ്പോൾ നമ്മൾ ഇതിനോടൊപ്പം ആലോചിക്കേണ്ട കാര്യം എന്താ വെച്ചാൽ, ഈ മാൻഡേറ്ററി ആധാർ ഓർഡറുകൾ വന്നു കഴിഞ്ഞ് 143 നോട്ടിഫിക്കേഷനുകളാണ് അന്ന് ചെയ്തത്. എല്ലാ കാര്യത്തിനും ആധാർ, മരിച്ചു കഴിഞ്ഞ് ദഹിപ്പിക്കാൻ വരെ ആധാർ നിർബന്ധമാകുന്ന, മരണ സർട്ടിഫിക്കറ്റിന് വരെ ആധാർ നിർബന്ധമാകുന്ന, ഭോപ്പാൽ വിക്ടിംസിന് വരെ ആധാർ നിർബന്ധമാകുന്ന സമയമായിരുന്നു അത്. അപ്പോൾ അത് കഴിഞ്ഞ് എങ്ങനെയാണ് ഇത് മുന്നോട്ട് ഇതിനിടയിലാണ് നമ്മൾ റൈറ്റ് ടു പ്രൈവസി ജഡ്ജ്മെൻറ്റ് വരുന്നത്. റൈറ്റ് ടു പ്രൈവസി ജഡ്ജ്മെൻറ്റ് പ്രധാനപ്പെട്ട എടുത്ത് പറഞ്ഞ 3 തത്വങ്ങളാണ്. 1, ബാക്കിംഗ് ഓഫ് ദ ലോ വേണം. 2, പ്രപ്പോർഷണാലിറ്റി വേണം. അതായത് കള്ളപ്പണം തടയാൻ എന്ന് പറഞ്ഞ് എല്ലാ ബാങ്ക് അക്കൗണ്ടും ആധാറായിട്ട് ലിങ്ക് ചെയ്യുക എന്ന് പറഞ്ഞാൽ ശരിയല്ല. ഇല്ലാത്ത ഓർഡറിൻ്റെ പുറത്താണ് മൊബൈലും ആധാർ ലിങ്ക് ചെയ്യാൻ നോക്കിയത്. അതിനുവേണ്ടി ആൾക്കാരെ ക്യൂ നിർത്തി. അപ്പോൾ എന്തിനായിരുന്നു ഈ മൊത്തം ആധാർ നിർബന്ധിച്ച് എല്ലാതുമായി ബന്ധിപ്പിക്കാൻ പറഞ്ഞതെന്ന് ചോദിച്ചാൽ എനിക്ക് ഒരൊറ്റ ഉത്തരേ ഉള്ളൂ. കാരണം എന്താ വെച്ചാൽ, അങ്ങനെ NPRുമായി ആധാർ ബന്ധിപ്പിക്കുകയും അങ്ങനെ നിങ്ങളിപ്പോൾ എല്ലാ പോപ്പുലേഷനെ പറ്റിയുള്ള വിവരങ്ങളും ഒരു സെൻസസ് പ്രവർത്തനം കൂടാതെ തന്നെ കളക്ട് ചെയ്യാൻ പറ്റുകയും ചെയ്യണം. പക്ഷേ എന്നിട്ടും എന്തുകൊണ്ട് വീണ്ടും അടുത്ത സെൻസസിൻ്റെ ഒപ്പം വീണ്ടും NPR വന്നു? അതിന് കാരണം ഞാൻ കാണുന്നത് എന്താ വെച്ചാൽ, ഈ എല്ലാ നിർബന്ധിത ഓർഡറുകളും കൂടി വന്നിട്ടും ഇന്ത്യയിലെ ആധാർ ഉപഭോക്താക്കളിൽ 50% താഴെ പേര് മാത്രമേ ഇത് പലയിടത്തും ലിങ്ക് ചെയ്തുള്ളൂ. ബാക്കി ഒരു 10% പേര് ചേർത്തില്ല എന്ന് വെച്ചാൽ പോലും പിന്നെ ഒരു 40% പേര് പുറത്താണ്. അതായത് ആ ആൾക്കാരെ കൂടി ഡാറ്റാബേസിൽ പെടുത്താനാണ് ഈ തരത്തിൽ ഉള്ള ശ്രമങ്ങൾ നടക്കുന്നത്. പക്ഷെ അത് മാത്രമല്ല, ഇത് കണ്ടിന്യൂസ്ലി പുതുക്കുകയാണ്. ഒറ്റ ഡാറ്റാബേസ് ആയതുകൊണ്ടായില്ല. ആൾക്കാർ മൂവ് ചെയ്യും, ആൾക്കാർ അങ്ങോട്ടും ഇങ്ങോട്ടും സഞ്ചരിക്കും, താമസ സ്ഥലം മാറും. അപ്പോൾ ഇതിന് പുറത്തൊരു സിറ്റിസൺ ട്രാക്കിംഗ് സിസ്റ്റം എന്ന രീതിയിൽ ഇത് വളരണമെന്നുണ്ടെങ്കിൽ ഇതിന് സ്ഥിരമായിട്ടുള്ള ആധാറിൻ്റെ ഉപയോഗം കൂടിയേ തീരും. അപ്പോൾ അതേസമയത്ത് സുപ്രീം കോടതി റൈറ്റ് ടു പ്രൈവസി നിയമങ്ങൾക്ക് പുറത്ത് പ്രപ്പോർഷണാലിറ്റി എന്ന ക്ലോസ് വെച്ച് ഇത് ലിമിറ്റ് ചെയ്യപ്പെട്ടു.
അതിനൊപ്പം തന്നെ ആധാർ ജഡ്ജ്മെൻറ്റിനുള്ളിൽ ഈ ക്ഷേമ പദ്ധതികൾക്ക് മാത്രമാണ് ആധാർ പറ്റുക, പിന്നെ അതുപോലെ തന്നെ പാൻ കാർഡും ആധാറും കൂടി വേണമെങ്കിൽ ലിങ്ക് ചെയ്യാം എന്ന് പറഞ്ഞുകൊണ്ട് 2 കാര്യങ്ങൾക്ക് മാത്രമായി പരിമിതപ്പെടുത്തി. എന്നാൽ പോലും ഇത്തരത്തിലുള്ള ഡാറ്റാബേസ് നിർമ്മിതിക്ക് ഉപയോഗിക്കാനുള്ള അനുവാദം അന്ന് നിയമപരമായിട്ട് ലഭ്യമല്ല എന്നുള്ള അവസ്ഥ വന്നു. ഈ അവസ്ഥയിലാണ് നമ്മൾ CAA നടപ്പിലാക്കുന്നത് കാണുന്നത്. അപ്പോൾ നമ്മൾ പറഞ്ഞത് എന്താ വെച്ചാൽ NRC എന്ന് പറയുന്നത് തന്നെയാണ് NPR എന്ന് പറയുന്നത് തന്നെയാണ്. അതായത് NPR എന്ന് പറയുന്നത് പോപ്പുലേഷൻ ഡാറ്റാബേസ്, അതിലെ ഒരു ഡാറ്റാബേസ് ഒരു പ്രോസസ്സിങ്ങിൽ കൂടെ ഉണ്ടാക്കുന്ന ഒരു സബ്സെറ്റ് മാത്രമായിരിക്കും NRC. ഈ NPR പ്രോസസ്സിൽ കുറേ പേരുടെ വിവരങ്ങൾ ഓൾറെഡി ഉണ്ട്. ബാക്കി വിവരങ്ങൾ എങ്ങനെ കളക്ട് ചെയ്യുന്നു എന്നതും എങ്ങനെ ഉള്ളവരുടെ വിവരങ്ങൾ അപ്ഡേറ്റ് ചെയ്യുന്നു എന്നതും ഒരു ഡാറ്റാബേസ് പ്രോസസ്സ് കൂടിയാണ്. അപ്പോൾ ഇതിൽ തന്നെ ഞാൻ വേറൊരു ഡോക്യുമെൻ്റ് കാണിച്ചു തരാം. അതായത് ഞാനൊന്ന് കാണിച്ചു തരാം. അതായത് ഈ സ്ലൈഡ് ഇത് DBT ഭാരത് മിഷനിലത്തെ ഒരു പഴയ ഡോക്യുമെൻറ്റിൻ്റെ ക്യാപ്ചറാണ്. ഒരു മിനിറ്റ്, അത് പോയല്ലോ. DBT മിഷൻ എന്ന് പറയുന്ന പ്രൊജക്റ്റിലെ ഒരു ഡോക്യുമെൻ്റാണ്. ഇതിലൊരു ഈ മിനിറ്റ്സിൽ പറയുന്ന പ്രധാനപ്പെട്ട കാര്യം എന്ന് പറഞ്ഞാൽ ഹോം സെക്രട്ടറി സ്റ്റേറ്റഡ് ദാറ്റ് RGI ഈസ് പ്രിപ്പയറിംഗ് നാഷണൽ രജിസ്റ്റർ ഓഫ് ഇന്ത്യൻ സിറ്റിസൺസ് അണ്ടർ ഇന്ത്യൻ സിറ്റിസൺഷിപ്പ് ആക്ട്. ഇത് as per provisions of Citizen Act, RGI has the mandate to collect biometric of all residents and updating National Population Register as a precaution of National Citizenship Register. To avoid duplicate effort, it was decided the Cabinet that UIDAI and RGI will collect biometric and other information allotted in states for generation of Aadhaar by UIDAI and mutually share the information. ഇതും 2015 കാലത്തെ ഡോക്യുമെൻ്റാണ്. ഇത് ഇതിന് ശേഷം വേറെയും ഇത്തരത്തിലുള്ള ഡോക്യുമെൻറ്റുകൾ ആ കാലത്തുണ്ട്. ഇതിനൊപ്പം നാഷണൽ പോപ്പുലേഷൻ രജിസ്റ്റർ ആധാർ ഡീറ്റെയിൽസ് ഇൻക്ലൂഡ് ചെയ്യുമെന്നൊക്കെ പറഞ്ഞ് 2019 വാർത്തകളുണ്ട്. 2016 തന്നെയുള്ള മറ്റൊരു വാർത്തയാണത്. ആധാർ ബയോമെട്രിക്സ് ഫോർ പോപ്പുലേഷൻ രജിസ്റ്റർ, ഹോം മിനിസ്ട്രി മേ സീക്ക് അറ്റോർണി ജനറൽ ഹെൽപ്പ്. അത് അന്നത്തെ ആധാർ ആക്ടിന് ശേഷമുള്ള സാധനമാണ്. ഇതിന് ശേഷം ഈ നമ്മൾ പൗരത്വ പ്രക്ഷോഭങ്ങൾക്ക് ശേഷം അല്ലെങ്കിൽ അതിന് പാരലായിട്ട് കുറേ വേറെ ടെക്നോളജി പ്രൊജക്റ്റുകൾ കൂടി നടക്കുന്നുണ്ട്. ഇതിൽ വലിയൊരു പ്രശ്നം എന്താ വെച്ചാൽ ആൾക്കാർ, ഞാൻ നേരത്തെ പറഞ്ഞ പോലെ മൂവിങ് പോപ്പുലേഷനാണ്. ഇപ്പോൾ ആസാമിൽ തന്നെ ഒരുപാട് പേര് മറ്റ് ഇന്ത്യയുടെ ഭാഗങ്ങളിലേക്ക് മൂവ് ചെയ്യുന്നു. ഇതെങ്ങനെ അഡ്രസ്സ് ചെയ്യും? ഇത് അഡ്രസ്സ് ചെയ്യാനുള്ള ചോദ്യം എന്ന് പറയുന്നത് കണ്ടിന്യൂസ്ലി വീണ്ടും ആധാർ നമ്പറുകൾ കളക്ട് ചെയ്തുകൊണ്ടിരിക്കണം. അതുപോലെ തന്നെ ഈ ഇപ്പോൾ ആസാമിൽ ഒഴിവാക്കപ്പെട്ടവരുണ്ടെങ്കിൽ ആസാമിൽ ഒഴിവാക്കപ്പെട്ടവരെ എങ്ങനെ നിങ്ങൾ പുതുതായിട്ട് ലിസ്റ്റ് ചേർക്കും? മറ്റ് സ്റ്റേറ്റുകളിൽ പോയിട്ട് അവർ സിറ്റിസൺഷിപ്പ് അല്ലെങ്കിൽ എടുത്താൽ എന്ത് ചെയ്യും? അതിനാണ് ഇവർ ഇലക്ട്രോണിക് ഫോറിൻ ട്രിബ്യൂണൽ എന്ന് പറഞ്ഞ് കോടതിയുടെ ആശിസോടുകൂടി തന്നെ ഒരു പ്രൊജക്റ്റ് കൊണ്ടുവന്നത്. ഈ ഇലക്ട്രോണിക് ഫോറിൻ ട്രിബ്യൂണൽ എന്ന് പറയുന്നത് എന്താ വെച്ചാൽ നിങ്ങളുടെ ആധാർ ഉപയോഗത്തിൻ്റെ പുറത്ത് നിങ്ങളെ വേറെ സ്റ്റേറ്റിൽ പോയാൽ പോലും തിരിച്ചറിയുക. അപ്പോൾ അതിനെന്ത് വേണം? നിങ്ങൾക്ക് ഓരോ സ്ഥലത്തും പുതിയ റേഷൻ കാർഡ് എടുക്കാൻ പറ്റാതെ ആവണം, എല്ലാം ആധാറിന് പുറത്താവണം. അപ്പോഴാണ് വൺ നാഷൻ വൺ റേഷൻ കാർഡ് പോലത്തെ പ്രൊജക്റ്റുകൾ വരുന്നത്. വൺ നാഷൻ വൺ റേഷൻ കാർഡിൻ്റെ പ്രധാനപ്പെട്ട ഉദ്ദേശം മൂവിങ് പോപ്പുലേഷനെ ട്രാക്ക് ചെയ്യുക. മൈഗ്രൻസൊക്കെ അങ്ങോട്ടും ഇങ്ങോട്ടും പോകുമ്പോൾ അവരാര് എവിടെ പോകുന്നു ഇപ്പോൾ എന്ന് ട്രാക്ക് ചെയ്യൽ എന്ന് പറഞ്ഞ് ബുദ്ധിമുട്ടാവില്ല. അതിനാണ് ഇലക്ട്രോണിക് ഫോറിൻ ട്രിബ്യൂണൽ എന്ന് പറഞ്ഞൊരു പരിപാടി വരുന്നത്. അതിൻ്റെ അതേ ടെക്നോളജി ബാക്കിങ്ങിൻ്റെ മുകളിലാണ് വൺ നാഷൻ വൺ റേഷൻ കാർഡ് എന്ന് പറഞ്ഞിട്ടുള്ള പുതിയ ആധാർ വെച്ചിട്ട് മറ്റ് സ്റ്റേറ്റുകളിലേക്ക് നിങ്ങളുടെ റേഷന് പോർട്ടബിലിറ്റി ഉണ്ടാവും എന്നുള്ള പ്രൊജക്റ്റ് വരുന്നത്. നേരത്തെ പറഞ്ഞ ഈ SRDH, അതായത് സ്റ്റേറ്റ് റെസിഡൻറ്റ് ഡാറ്റ ഹബ് എന്ന് പറയുന്ന ഡാറ്റ ഹബിനെ സുപ്രീം കോടതിയിൽ കേസിൻ്റെ സമയത്ത് എല്ലാ SRDHും ഡിലീറ്റ് ചെയ്തു, എല്ലാ SRDHിൻ്റെയും ഡാറ്റ മുഴുവൻ ഡിസ്ട്രോയ് ചെയ്തു എന്നാണ് സർക്കാരുകൾ ക്ലെയിം ചെയ്തത്. എന്നാൽ പ്രാക്ടിക്കൽ എന്താണെന്ന് വെച്ചാൽ കേരളത്തിലടക്കം SRDH ഇന്നും ഫംഗ്ഷൻ ചെയ്യുന്നുണ്ട്. 14 സ്റ്റേറ്റുകൾ SRDH ഫംഗ്ഷൻ. ഇതിനെ പറയുന്നത് 360-degree ഡാറ്റാബേസ്, സിംഗിൾ സോഴ്സ് ഓഫ് ട്രൂത്ത് എന്നൊക്കെയാണ്. കേരളത്തിൽ തന്നെ കഴിഞ്ഞ ഇടതുപക്ഷ ഗവൺമെൻറ് അവരുടെ നയത്തിൽ നിന്ന് വിരുദ്ധമായിട്ട്
ആധാറും യൂണിഫൈഡ് എല്ലാ സിറ്റിസൺ സർവീസിനും ആധാർ നിർബന്ധമാക്കുക എന്നൊക്കെയുള്ള പോലത്തെ നടപടികൾ ഉദ്യോഗസ്ഥന്മാരുടെ നിർദ്ദേശം അനുസരിച്ച് ചെയ്തിരുന്നു. ഒരു രാഷ്ട്രീയമായ നയത്തിനപ്പുറം ഈവൻ അതിൻ്റെ ആമുഖത്തിൽ പോലും പിണറായി വിജയൻ തന്നെ ഇതൊക്കെ രാഷ്ട്രീയ നേതാക്കന്മാർ പഠിക്കുമെന്ന് ഞാൻ വിശ്വസിക്കുന്നില്ല. അപ്പോൾ അതുകൊണ്ട് തന്നെ ഇത് പഠിച്ച് അറിവോട് ഇടതുപക്ഷ നയം എന്ന് പറയുന്ന ആധാർ കൊണ്ട് ആധാർ ഇല്ലെങ്കിലും ആർക്കും ഒരു ഇതും നഷ്ടപ്പെടില്ല എന്നായിരുന്നു. അത് കഴിഞ്ഞ ഇലക്ഷൻ്റെ മാനിഫെസ്റ്റോയിലുണ്ടായിരുന്നു. ഈ ഇലക്ഷൻ്റെ മാനിഫെസ്റ്റോയിൽ കാണുന്നില്ല. ഒരു പാർട്ടിയും ആധാറിനെ പറ്റി സംസാരിക്കുന്നില്ല. എന്നിട്ട് പോലും ഈ ആധാർ ഉപയോഗിച്ചുകൊണ്ട് യൂണിഫൈഡ് ആയ സിറ്റിസൺ എക്സ്പീരിയൻസ് എന്നൊക്കെ നമ്മൾ ഒരു തരത്തിൽ കേരളത്തിൽ അടക്കമുള്ള IT മാനിഫെസ്റ്റോകളിൽ കണ്ടിരുന്നു. IT മാനിഫെസ്റ്റോ അല്ല, IT പോളിസിയിൽ 2017 IT പോളിസിയിൽ കണ്ടിരുന്നു. അന്ന് തന്നെ ഞങ്ങൾ പലരും അതിൻ്റെ പ്രശ്നങ്ങൾ അന്ന് ചൂണ്ടിക്കാണിച്ചാണ്. അപ്പോൾ അന്ന് NRC മാത്രമല്ല പ്രശ്നം, ഇത് നിർബന്ധിതമാക്കുക എന്ന് പറയുന്ന ഇടതുപക്ഷ നയത്തിന് എഗെയിൻസ്റ്റാണ് ഈ ഒരു നിലപാടെന്ന് നമ്മൾ ചൂണ്ടിക്കാണിച്ചിരുന്നു. അപ്പോൾ ശ്രദ്ധിക്കേണ്ടത് എന്താ വെച്ചാൽ ഗവൺമെൻറ് ഏത് വന്നാലും ആധാറിനെ എങ്ങനെ അഡ്രസ്സ് ചെയ്യുന്നു, അതിനെ പരമാവധി സിറ്റിസൺ സർവീസുകൾ മാൻഡേറ്ററി ആക്കുന്നതായിട്ട് ഉപയോഗിക്കാതിരിക്കുക എന്നതാണ് ഇതിൽ ചെയ്യാൻ പറ്റുന്ന കാര്യം. ഇതിനൊപ്പം തന്നെ പുതുതായിട്ട് എന്ത് വരുന്നത്, ഇന്ത്യ എൻ്റർപ്രൈസസ് ആർക്കിടെക്ചർ എന്ന് പറയുന്ന പുതിയൊരു പ്രൊജക്റ്റ് വരുന്നുണ്ട്. ഈ ഇന്ത്യ എൻ്റർപ്രൈസസ് ആർക്കിടെക്ചർ എന്ന് പറയുന്ന ഈ പ്രൊജക്റ്റിനെ നമുക്ക് കാണിച്ചു തരാം. ഇതാണ് NEGD, നാഷണൽ ഗവേണൻസ് പ്രൊജക്റ്റിൻ്റെ കീഴിലാണ്. ഇത് പഴയ SRDHനെ പുതിയ കുപ്പിയിലാക്കുന്നതാണ്. ഇതെന്ന് പറയുന്നത് എല്ലാ ഡിജിറ്റൽ സർവീസുകളും കൂടി ബന്ധിപ്പിക്കുക എന്നൊക്കെ പറയുന്ന പദ്ധതിയാണ്. അപ്പോൾ ഇതിനുള്ളിൽ ഇവർ പറയുന്നത് ഓരോ സ്റ്റേറ്റിലും ഇത്തരത്തിലുള്ള പ്രൊജക്റ്റുകൾ നടക്കുന്നുണ്ട്. ഇതുപോലെ ഇതിൻ്റെ ഫീച്ചറുകളെ പറ്റി വലിയ കാര്യമായി പറയുന്നുണ്ട്. ഇവരുടെ വിഷൻ എന്ന് പറയുന്നത് ഈ സ്റ്റേറ്റുകളെ കൂടുതലും ഡാറ്റകൾ മുഴുവൻ സെൻട്രലൈസ് ചെയ്യാന്നുള്ളത്. ഞാൻ മുമ്പ് കേരളത്തിൽ തന്നെയുള്ള ഫെഡറേഷൻ എന്ന് പറയുന്ന IT-യിലെ സ്വയം പര്യാപ്തത എന്ന് പറയുന്നതിനെ സൂക്ഷിക്കേണ്ടി വരുന്ന ഒരവസ്ഥ നമുക്ക് ഉണ്ടാവേണ്ടതുണ്ട്. ഇപ്പോൾ നമുക്ക് കേരളത്തിൽ തന്നെ അറിയാൻ കഴിഞ്ഞ ഒരു 10 വർഷത്തിനുള്ളിൽ 2011 ശേഷം കേരളത്തിൻ്റെ IT സ്വയം പര്യാപ്തത പൂർണ്ണമായി നഷ്ടപ്പെട്ടു പോയിട്ടുണ്ട്. ഇതിപ്പോൾ കേരളത്തിൽ നമ്മൾ നടന്നുകൊണ്ടിരിക്കുന്ന സ്ഥിതി എന്ന് പറയുന്നത് മുഴുവൻ സെൻട്രൽ ഗവൺമെൻറ് പദ്ധതികളുടെ അതേപോലുള്ള ഇംപ്ലിമെൻറ്റേഷനുകൾ എന്നതാണ് നടക്കുന്നത്. അപ്പോൾ IT എന്ന് ഇൻ്റർനെറ്റ് അടിസ്ഥാന ആവശ്യമായി മാറുമ്പോൾ നമ്മൾ ചെയ്യേണ്ട ഒരു കാര്യം എന്ന് പറയുന്നത് ഈ യൂണിഫൈഡ് ആയിട്ട് ഉള്ളത് സെൻറ്ററിന് പവർ കൊടുക്കുന്നതിനപ്പുറത്ത് എങ്ങനെ കൂടുതലായി സിറ്റിസണിന് പവർ കൊടുക്കുന്ന രീതിയിൽ ബിൽഡ് ചെയ്യാമെന്നുള്ള ആലോചനകൾ നടക്കേണ്ടതുണ്ട്. ഇപ്പോൾ ഇതിൽ തന്നെ നമ്മൾ പ്രൊജക്റ്റുകളിൽ സ്റ്റേറ്റ് പ്രൊജക്റ്റുകൾ നോക്കിക്കഴിഞ്ഞാൽ ഇതിലിപ്പോൾ പ്രൊജക്റ്റുകൾ നോക്കിയാൽ നമുക്ക് അറിയാൻ പറ്റും. NEGയുടെ ഇടയിൽ കുറേ പ്രൊജക്റ്റുകളുണ്ട്. ഡിജി ലോക്കർ പോലെയും ഉമാങ് പോലെയും ഒക്കെയുള്ള പ്രൊജക്റ്റുകളുണ്ട്. ഈ സ്റ്റേറ്റ് പ്രൊജക്റ്റുകളിൽ കേരളം കൊടുത്ത പ്ലാനുകൾ നമുക്കൊന്ന് എടുത്ത് നോക്കാം. കേരളം കൊടുത്ത പ്ലാനുകൾ എന്ന് പറയുന്നത് 2019 കേരളം ഇത് കൊടുക്കുന്നത്. ഞാൻ ഡോക്യുമെൻ്റ് ഇതാണ്, എവിടെ കേരളം പറഞ്ഞേ, ഞാനത് തുറന്നു വച്ചിട്ടുണ്ട്. നമുക്ക് അവിടെ KI ആന്ധ്ര ഓൺലൈൻ തെലുങ്കാന സ്കിൽ ഡെവലപ്മെൻറ്റ് പ്ലാറ്റ്ഫോം ഫോർ കേരളയാണ്. കേരളം അതിന് വേണ്ടി അന്ന് കൊടുത്തിട്ടുള്ള പ്ലാൻ. ഇതിൽ തന്നെ ഇതാണ് ആ ഫയല്. ഈ 2019, അതായത് നമ്മൾ പൗരത്വ നിയമത്തിന് മുമ്പാണ് നമ്മൾ ആലോചിക്കണം. അതുകൊണ്ടുള്ള ഇത് കേരള IT മിഷനാണ് കൊടുത്തിട്ടുള്ളത്. പക്ഷേ ഈ പ്ലാനുകളിൽ വലിയ വ്യത്യാസമൊന്നും നമ്മൾ പ്രാക്ടിക്കലി നോക്കുമ്പോൾ വരുന്നില്ല. ഇപ്പോൾ നമ്മളിപ്പോൾ ഈ ഡിജിറ്റൽ സിറ്റിസൺഷിപ്പ്, ഡിജിറ്റൽ കോമേഴ്സ് എന്നൊക്കെ പറയുന്ന സാധനത്തിന് അപ്പുറത്ത് കുറേ നല്ല പദ്ധതികളുണ്ട്. ഞാൻ എല്ലാം മോശമൊന്നും പറഞ്ഞത്. ഇതിനപ്പുറത്ത് പക്ഷേ ഇതിൻ്റെ നടുക്കിൽ കൊണ്ടുപോയിട്ട് നമ്മൾ ആധാറിനെ പ്രതിഷ്ഠിച്ചിട്ടാണ് ഈ സാധനങ്ങൾ മുഴുവൻ ചെയ്യുന്നത്. ഞാൻ നേരത്തെ നമ്മൾ കണ്ട അതേ പടം തന്നെയാണ്. അപ്പോൾ ക്യാഷ്ലെസ്, ഫേസ്ലെസ്, പേപ്പർലെസ് സ്റ്റേറ്റ് എന്ന് പറയുന്ന ഈ സാധനത്തിൽ എന്താണ് ഈ പേപ്പർലെസ് എന്ന് പറയുന്നത് പേപ്പർലെസ്സിൽ ഇവിടെ ഇൻ്റർനെറ്റ് അടിസ്ഥാനമാകുമ്പോൾ നിങ്ങൾക്ക് ആധാർ വേണോ വേണ്ടയോ എന്നുള്ളത് ഒരു പ്രധാനപ്പെട്ട ചോദ്യമാണ്. ആധാറിന് പുറത്താണോ നടത്തുന്നത്. ഇവിടെ കേരളം എന്ന് നേരത്തെ പറഞ്ഞ SRDH അല്ലേ, അതാണ് ഇവിടെ നമ്മൾ കാണുന്ന സാധനം. ഇത്
FRDH-ഉം ആധാറുമാണ് ഇതിൻ്റെ അടിസ്ഥാനം. ഇതിനപ്പുറത്ത് ഇത് ലിങ്ക് ചെയ്യപ്പെടുന്നത് മെറ്റേണിറ്റി ആയി, വാക്സിനേഷനായി, ചൈൽഡ് കെയർ ആയി, എഡ്യൂക്കേഷനായി, ന്യൂട്രീഷനായി, ചെറുപ്പക്കാർക്കുള്ള ബെനിഫിറ്റുകളായി, ഹെൽത്ത് ബെനിഫിറ്റുകളായി, എംപ്ലോയ്മെൻറ്റുമായി, സോഷ്യൽ സെക്യൂരിറ്റി ആയി, ഇതെല്ലാം ബന്ധിപ്പിക്കുകയാണ്. ഇങ്ങനെ ബന്ധിപ്പിക്കേണ്ട ആവശ്യമുണ്ടോ ഇങ്ങനെ സർട്ടിഫിക്കറ്റ് കൊടുക്കാൻ? അപ്പോൾ ബേസിക്കലി PSC രജിസ്ട്രേഷൻ ആധാർ നിർബന്ധമാക്കിയപ്പോൾ കേരളത്തിന് നമ്മൾ ഒരു വക്കീൽ നോട്ടീസ് അയച്ചിരുന്നു. ഏത് കല്യാണി മേനോൻ സെന്നും അതുപോലെ തന്നെ ബെസ്വാഡ വിൽസനും ആധാർ പ്രൊജക്റ്റിൻ്റെ എതിരെയുള്ള സുപ്രീം കോടതി കേസിലത്തെ പെറ്റീഷണേഴ്സാണ്. മാക്സസ് അവാർഡ് നേടിയ കക്ഷിയാണ് ബെസ്വാഡ വിൽസൺ. പ്രത്യേകിച്ചും മാനുവൽ സ്കാവഞ്ചേഴ്സിൻ്റെ അതായത് അവകാശങ്ങൾക്ക് വേണ്ടി പ്രവർത്തിക്കുന്ന ആളാണ്. കല്യാണി ഇടതുപക്ഷ പ്രവർത്തകയാണ്, ഫെമിനിസ്റ്റാണ്. അപ്പോൾ ഇവർ രണ്ടുപേരുമാണെന്ന് കേരള ഗവൺമെൻറ്റിന് നോട്ടീസ് അയച്ചു. ഒരു മറുപടി പോലും കേരള സർക്കാരിൽ നിന്ന് ഉണ്ടായില്ല. അതായത് PSCക്ക് ആധാർ നിർബന്ധമാക്കൽ എന്ന് പറയുന്നത് എന്തിനാണ്? അതുപോലെ തന്നെ പിന്നീട് നമ്മൾ കണ്ടതാണ് കേരളത്തിൽ LSGD എന്ന് പറയുന്നത്. അതായത് നമ്മുടെ ലോക്കൽ സെൽഫ് ഗവൺമെൻറ്റിന് ഒരു ഇൻ്റഗ്രേറ്റഡ് സിസ്റ്റം ഉണ്ടായി. ഈ ഇൻ്റഗ്രേറ്റഡ് സിസ്റ്റത്തിന് വേണ്ടിയിട്ട് എന്ത് ചോദിച്ചാൽ ഓൺലൈനായിട്ട് നിങ്ങൾ അപേക്ഷിക്കണമെങ്കിൽ ആധാർ നിർബന്ധം, ഓഫ്ലൈൻ ആയാൽ ആധാർ നിർബന്ധമല്ല എന്നാണ് അവർ മറുപടിയായിട്ട് നമ്മളോട് പറഞ്ഞത്. പക്ഷേ ഓൺലൈനായിട്ട് വന്ന പുതിയ ILGMS എന്ന് പറഞ്ഞ സിസ്റ്റത്തിന് ആധാർ നിർബന്ധം, അതായത് ജനന മരണ സർട്ടിഫിക്കറ്റ് അടക്കം എല്ലാ രജിസ്ട്രേഷനും ആധാർ നിർബന്ധമാക്കാം. അപ്പോൾ സ്വാഭാവികമായിട്ടും എന്തുണ്ടാവും? ജനനമരണ സർട്ടിഫിക്കറ്റുകളും ആധാറും ലിങ്ക് ചെയ്യപ്പെടുമ്പോൾ ഈ വിവരങ്ങൾ ഡിജിലോക്കറിലെത്തും. ഡിജിലോക്കറിലേക്ക് ഇപ്പോൾ ബന്ധം വന്നിട്ടില്ല, വരുമായിരിക്കും സ്വാഭാവികമായിട്ടും. അപ്പോൾ ഇത്തരത്തിലുള്ള വിവരങ്ങൾ എന്ന് പറഞ്ഞതിൻ്റെ സെൻട്രലൈസേഷൻ അവിടെ നടക്കും. ഈ സെൻട്രലൈസേഷൻ ഉള്ളപ്പോൾ പിന്നെ നിങ്ങൾക്ക് എന്തിനാണ് മറ്റ് ഫോമുകൾ പൂരിപ്പിക്കൽ എന്ന് പറഞ്ഞ സാധനത്തിലേക്ക് എത്തേണ്ടത് എന്നാണ് ചോദ്യം. അപ്പോൾ ഫോം പൂരിപ്പിക്കേണ്ടി വരില്ല എന്ന് പറയുന്നത് കൊണ്ട് ഈ പ്രൊജക്റ്റ് പ്രിവെൻറ്റ് ചെയ്യപ്പെടില്ല. ക്ഷേമ പദ്ധതികൾക്ക് കേന്ദ്ര ഗവൺമെൻറ്റിൻ്റെ ഫണ്ട് കൊണ്ടുള്ള ക്ഷേമ പദ്ധതികൾക്ക് ആധാർ ഉപയോഗിക്കേണ്ടി വന്നേക്കാം. പക്ഷെ അതിനപ്പുറം സർട്ടിഫിക്കറ്റുകൾക്ക് എന്തിനാണ് ആധാർ, എന്തിനാണ് LSGDക്ക് ആധാർ, എന്തിനാണ് വാക്സിനേഷൻ സർട്ടിഫിക്കറ്റിന് ആധാർ എന്നൊക്കെയുള്ള പുതിയ ചോദ്യങ്ങൾ നമുക്ക് വരുന്നുണ്ട്. ഇതിന് പുറമെ ഡിജിലോക്കറിനുള്ളിൽ ആധാർ കൂടുതൽ വരുന്നു. വാക്സിനേഷൻ്റെ പുതിയ പ്രൊജക്റ്റ് വരുന്നു. വാക്സിനേഷന് ആധാർ നിർബന്ധമാക്കാൻ ശ്രമിച്ചത് ഇന്ന് പരാജയപ്പെട്ടിട്ടുണ്ട്. ഇന്ന് ഭൂരിഭാഗം പേരും ആധാർ ഇല്ലാതെ തന്നെയാണ് വാക്സിനേഷൻ എടുക്കുന്നത്. പക്ഷേ വാക്സിനേഷൻ്റെ നമ്മൾ നാഷണൽ ലെവലിൽ നോക്കിക്കഴിഞ്ഞാൽ ആധാറിന് പകരം മറ്റ് ID കാർഡുകൾ എന്നതാണ് കൂടുതലായിട്ട് ഉപയോഗിക്കപ്പെടുന്നത് ഡാറ്റ പ്രകാരം. അപ്പോൾ ഇത് ഓരോന്നും വളരെ കൃത്യമായി ഫോക്കസ് ചെയ്തുകൊണ്ട് തന്നെ നമ്മൾ ഇടപെടേണ്ട രീതിയിൽ തന്നെ ഇത് മാറുന്നുണ്ട്. ഇതിനൊപ്പം ഇതിൽ നമ്മൾ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം എന്ന് പറയുന്നത് ഇതുണ്ടാക്കുന്ന പുതിയൊരു പ്രത്യേകത എന്താ വെച്ചാൽ എന്താണ് പുതിയ എമിനൻ്റ് ഡൊമൈൻ. അതായത് നമ്മൾ പണ്ട് പൊതുകാര്യ താല്പര്യങ്ങൾക്കായിട്ട് ഗവൺമെൻറ് ഡാറ്റ വാങ്ങുന്ന പോലെ ഇന്ന് ഗവൺമെൻറ് ഭൂമി ഏറ്റെടുക്കുന്ന പോലെ ഇന്ന് ഡാറ്റ ഒപ്പിക്കുകയാണ് ഇതുപോലത്തെ കാര്യങ്ങൾക്ക് വേണ്ടി ചെയ്യുന്നത്. ഡാറ്റ കിട്ടിയാലേ ഗവൺമെൻറ്റിന് വികസനം നടത്താൻ പറ്റൂ എന്നുള്ള ലെവലിലാണ് പലപ്പോഴും പല ചർച്ചകളും നടക്കുന്നത്. അപ്പോൾ ഇതിൽ ഞാൻ പറഞ്ഞ പോലെ വൺ നാഷൻ വൺ വോട്ടർ ID എന്ന് പറഞ്ഞൊരു പ്രൊജക്റ്റ് നടക്കുന്നുണ്ട്. അതായത് വോട്ടർ IDകളെല്ലാം സെൻട്രലൈസ് ചെയ്യുക. അപ്പോൾ സ്വാഭാവികം എന്തായി, വോട്ടർ ID കാർഡിലത്തെ വിവരങ്ങളെല്ലാം ഒന്നിച്ച് കയ്യിൽ കിട്ടും. ഇപ്പോൾ നമ്മൾ ഞാൻ മുമ്പൊരിക്കൽ ഒരു ഫേസ്ബുക്ക് പോസ്റ്റിൽ തന്നെ എഴുതിയിരുന്നു. അതായത് ഈ വോട്ടർ IDകളുടെ സെൻട്രലൈസേഷൻ്റെ ഭാഗമായി കൂടി തന്നെയാണ് നമ്മൾ പലതരത്തിലുള്ള വിവരച്ചോർച്ചകൾ BJPക്ക് അടക്കം നടന്നുകൊണ്ടിരിക്കുന്നത്. ഇപ്പോൾ DYFI നേതാവാണ് പോണ്ടിച്ചേരിയിൽ ഇത്തരത്തിലുള്ള ജനങ്ങളുടെ വോട്ടർ ID ആധാറുമായി ബന്ധിപ്പിച്ച ഫോൺ നമ്പറുകൾ കൈമാറിയതിനെതിരെ കേസ് കൊടുത്തിട്ടുള്ളത്. അതുപോലെ സ്റ്റേറ്റിൻ്റെ സ്റ്റേറ്റിന് നിങ്ങൾ ഡാറ്റ കൊടുത്താൽ മാത്രമേ വികസനം കൊണ്ടുവരാൻ പറ്റുള്ളൂ എന്നുള്ള ഒരു അനാവശ്യ രീതിയിലേക്ക് ഇത് മുഴുവൻ മാറുന്നുണ്ട്. അതുപോലെ ഇതിനൊപ്പം തന്നെ നമ്മൾ UIDയുടെ തന്നെ പുതിയ ഡോക്യുമെൻറ്റ്സ് ഒക്കെ എടുത്ത് നോക്കുകയാണെങ്കിൽ പറഞ്ഞാൽ ബയോമെട്രിക്സ് എന്ന് പറയുന്നത് പലപ്പോഴും വർക്ക് ചെയ്യുന്നില്ല എന്നാണ് ഇവർ തന്നെ പറയുന്നത്. ഇപ്പോൾ വൺ റേഷൻ കാർഡിൻ്റെ തന്നെ ഡോക്യുമെൻ്റ് എടുത്ത് നോക്കുമ്പോൾ പറയുന്നത് ഇത് പലപ്പോഴും വർക്ക് ചെയ്യാത്തതുകൊണ്ട് നിങ്ങൾക്ക് വേണമെങ്കിൽ ഒരു നോമിനി ഏർപ്പെടുത്താമെന്ന് പറയുന്നത്. അതായത് നിങ്ങളുടെ ഐഡൻറ്റിറ്റി പ്രൂവ് ചെയ്യാനുള്ള പ്രധാനപ്പെട്ട രേഖയായിട്ട് ആധാർ മാറുന്നു. അതിലെ ബയോമെട്രിക് എന്ന് പറയുന്നത് പ്രായത്തിനനുസരിച്ച് വിയർ ഔട്ട് ചെയ്യുന്നൊരു സാധനമാണ്, ചിലപ്പോഴും വർക്ക് ചെയ്യണമെന്നില്ല. അപ്പോൾ സ്വാഭാവികമായിട്ട് എന്തുണ്ടാവുന്നു, പഴയ രേഖകളെ പോലെ തന്നെ ആര് സിറ്റിസൺ ആണെന്നും ആര് സിറ്റിസൺ അല്ല എന്നും തീരുമാനിക്കാനുള്ള അവകാശം ആർക്ക് കിട്ടുന്നു. പഴയ പോലെ തന്നെ
ഉദ്യോഗസ്ഥർക്ക് കിട്ടുന്നു. എല്ലാവരുടെയും ബയോമെട്രിക്സിൻ്റെ ഫെയിലിയർ റേറ്റ് കൂടിക്കൊണ്ടിരിക്കുകയാണ്. അപ്പോൾ ഈ രീതിയിൽ എന്താ പറയുക, ബയോമെട്രിക്സ് കൂടുതലായിട്ട് പലർക്കും വേണ്ടി വരുന്നു. ബയോമെട്രിക്സ് പലപ്പോഴും വർക്ക് ചെയ്യാതിരിക്കുന്നു. ഉദ്യോഗസ്ഥർക്ക് പുതിയ രീതിയിലുള്ള പവർ വരുന്നു. അതുപോലെ തന്നെ സ്റ്റേറ്റിന് നിങ്ങൾ കൂടുതലായ വിവരങ്ങൾ കൈമാറാൻ ചെയ്യുന്നു. കൂടുതൽ രീതിയിലുള്ള IT സെൻട്രലൈസേഷൻ വരുന്നു. ഈ വൺ നാഷൻ പ്രൊജക്റ്റുകൾ പലതും വരുന്നു. നാഷണൽ ഹെൽത്ത് ID ആധാർ നിങ്ങൾ അറിയാതെ തന്നെ ഉണ്ടാക്കാനുള്ള ശ്രമങ്ങൾ നടത്തിക്കൊണ്ടിരിക്കുന്നു. പഴയ ആധാർ പ്രൊജക്റ്റിൻ്റെ ഹെഡുകൾ തന്നെ ഇതിൻ്റെ മുകളിൽ തലപ്പത്ത് വരുന്നു. ഇങ്ങനെ ഈ വിവരങ്ങളുടെ കളക്ഷൻ പല രീതിയിലും ഒന്നിച്ചു വരുന്നു. ഇപ്പോൾ നമ്മൾ അതേപോലെ തന്നെ നമ്മൾ കാണുന്ന കഴിഞ്ഞാൽ അവകാശം, അതുപോലെ തന്നെ നിങ്ങൾക്ക് ക്ഷേമ പദ്ധതികൾ, ഈ രണ്ട് സാധനം നടക്കണം. ഇപ്പം നമ്മൾ എല്ലാ പാർട്ടികളും നമ്മളോട് പറയുന്നത് ക്ഷേമ പദ്ധതികളെ പറ്റിയിട്ടാണ്. ഒബീഡിയൻസിനെ പറ്റിയിട്ടാണ് പലരും നമ്മളോട് സംസാരിക്കുന്നത്. നമ്മളുടെ ഒബീഡിയൻസിനപ്പുറം പലപ്പോഴും നോൺ കോപ്പറേഷൻ്റെ ഒരു വഴിയെ പറ്റിയിട്ടാണ്. അതായത് നമ്മൾ നിസ്സഹരണമാണ് നമുക്ക് പലപ്പോഴും വേണ്ടി വരുന്ന അവസ്ഥ പലപ്പോഴും ഇതിലുണ്ടാവുന്നത്. അതായത് നിങ്ങളുടെ കൂടുതൽ വിവരങ്ങൾ കാഗസ് നഹി ദിഖാത്തെ ഹേ എന്ന് പറയുന്ന പോലെ തന്നെ ഡിജിറ്റലായും നിങ്ങൾ കൂടുതൽ വിവരങ്ങൾ സർക്കാരിന് നിങ്ങളുടെ അവകാശങ്ങൾക്ക് വേണ്ടി കൊടുക്കേണ്ടതില്ല എന്നതാണ് ഇതിൻ്റെ ബേസ് ലൈൻ. ഈ രണ്ട് ഗവൺമെൻറ്റുകളും രണ്ട് മുന്നണികളും കേരളത്തിലെ ജനങ്ങളോട് ഇലക്ഷന് മുമ്പ് പ്രോമിസ് ചെയ്യേണ്ടത് ആധാർ നിങ്ങൾ നിർബന്ധമാക്കില്ല, ജനനമരണ സർട്ടിഫിക്കറ്റുകൾക്കോ ഗവൺമെൻറ് സേവനങ്ങൾക്കോ ആധാർ നിർബന്ധമാക്കില്ല എന്നൊരു പ്രോമിസാണ് കാണുന്നത്. കേരളം എന്തായാലും കൊടുക്കുന്ന ക്ഷേമപദ്ധതികളൊന്നും കൺസോളിഡേറ്റഡ് ഫണ്ട് ഓഫ് ഇന്ത്യയിൽ നിന്നല്ലല്ലോ വരുന്നത്. അപ്പോൾ കൺസോളിഡേറ്റഡ് ഫണ്ട് ഓഫ് ഇന്ത്യക്ക് വേണ്ടി നിയമപരമായ നിർബന്ധത്തിന് അപ്പുറമുള്ള പദ്ധതികൾക്ക് ആധാർ നിർബന്ധമാക്കില്ല എന്നൊരു പ്രോമിസ് കൂടി കേരളത്തിൽ നിന്ന് ഉണ്ടാവണം. എന്നാലേ ഇവിടെ NRC CAA സാധനങ്ങൾ തടയപ്പെടുള്ളൂ. NPR എന്ന് പറയുന്നത് ഒരു ഓഫീസ് ഓർഡറിന് മുകളിൽ മാത്രം തടയപ്പെട്ടത് കൊണ്ടോ 2019 CAAക്ക് എതിരെ കേസിന് പോയത് കൊണ്ടോ മാത്രം CAA തടയപ്പെടില്ല. അത് ഇനി വരാൻ പോകുന്നത് വളരെ കൃത്യമായി IT ആരാണോ ഭരിക്കുന്നത് അവർ ഇതിൽ ജനകീയമായ കാഴ്ചപ്പാടോടുകൂടി IT പ്രൊജക്റ്റുകളെ, ഡാറ്റാബേസ് പ്രൊജക്റ്റുകളെ സെൻട്രൽ ഗവൺമെൻറ്റിന് കൂടുതൽ ഡാറ്റ കൊടുക്കുന്ന പ്രൊജക്റ്റുകളാക്കി മാറ്റണോ വേണ്ടയോ എന്ന കാര്യത്തിൽ വളരെ കൃത്യമായ ഒരു ഡാറ്റാ ഗവർണൻസ് തീരുമാനമെടുക്കുന്നിടത്താണ് ഇവിടെ പൗരത്വ നിയമം നടപ്പിലാവുമോ ഇല്ലയോ എന്നത് ഇവിടെ ഇരിക്കുന്നത്. അത് ശ്രദ്ധിച്ച് നോക്കിയില്ലെങ്കിൽ നമ്മൾ ഈ വൺ നാഷൻ എല്ലാ പദ്ധതികളുടെയും ഭാഗമായിക്കൊണ്ട് വളരെ കൃത്യമായി ഇതേ വിവരങ്ങൾ തന്നെ ഒരു സെൻട്രലൈസ്ഡ് ഡാറ്റാബേസ് എക്സസൈസിന് വേണ്ടി കൈമാറുന്ന രീതിയിലാണ് മുന്നോട്ട് പോവുക. നിയമവിരുദ്ധമായ കൈമാറ്റങ്ങൾ ഒരുപാട് നടക്കുന്നുണ്ട്. നിയമവിരുദ്ധമായ കൂട്ടിച്ചേർക്കൽ നടക്കുന്നുണ്ട്. എല്ലാം കോടതിയിൽ പോയി സൊല്യൂഷൻ കിട്ടുക എന്ന രീതിയിലുള്ള ഒരവസ്ഥ ഇന്നത്തെ ഇന്ത്യയിൽ ഇല്ലാത്തത് കൊണ്ട് തന്നെ ഗവൺമെൻറ്റുകളുടെ ജാഗ്രത ഇതിൽ വളരെ പ്രധാനപ്പെട്ടതാണ്. അപ്പോൾ ഇത് സ്റ്റേറ്റ്സ് അതുകൊണ്ടാണ് ഞാൻ പ്രത്യേകിച്ച് എടുത്തു പറയുന്നത് ഇത് സെൻട്രൽ വേഴ്സസ് ഫെഡറൽ റൈറ്റ്സിൻ്റെ ഇഷ്യൂ ആണ്. അപ്പോൾ എന്താണ് സംസ്ഥാന അവകാശങ്ങൾ, എന്താണ് കേന്ദ്ര അവകാശങ്ങൾ? കമ്മ്യൂണിക്കേഷൻ പണ്ടത്തെ പോലെ ഒരു കേന്ദ്ര വിഷയം മാത്രമല്ല ഇന്ന്. അതായത് IT നിയമങ്ങൾ എന്ന് പറയുന്നത് ഇന്ന് വിദ്യാഭ്യാസ അവകാശം പോലെ തന്നെ, നിങ്ങളുടെ ആരോഗ്യാവകാശം പോലെ തന്നെ, നിങ്ങളുടെ നിരവധി അവകാശങ്ങളുടെ പ്രീറിക്വസിറ്റായിട്ട് IT അവകാശം IT ഉപയോഗിക്കുക, ഇൻ്റർനെറ്റ് ഉപയോഗിക്കുക, ഡിജിറ്റൽ സേവനങ്ങൾ നേടുക എന്നൊക്കെ മാറുന്നുണ്ട്. അപ്പോൾ അതിന് മുകളിൽ ആധാർ കൊടുന്ന് കെട്ടുന്ന രീതി ഒഴിവാക്കിയാൽ മാത്രമേ പൗരത്വത്തിന് വേണ്ടിയിട്ടുള്ള അല്ലെങ്കിൽ CAA നടപ്പിലാക്കാൻ വേണ്ടിയുള്ള ഡാറ്റ കളക്ഷൻ ഇന്ന് മാറി നിൽക്കാൻ പറ്റുള്ളൂ. ഇത്രയാണ് എനിക്ക് പറയാനുള്ളത്. ഇതിലെ ഓരോ പദ്ധതികളും എനിക്കറിയാം കൂടുതൽ വിശദീകരണം വേണം. SRDH അടക്കം, ഈ ഇലക്ട്രോണിക് ഫോറിൻ ട്രിബ്യൂണൽസ് അടക്കം, ഈ വൺ നാഷൻ പ്രൊജക്റ്റുകളടക്കം, എങ്ങനെ വാക്സിനേഷൻ പ്രൊജക്റ്റുകൾ മുന്നോട്ട് പോകുന്നു എന്നടക്കം ഒക്കെയുള്ള കാര്യങ്ങൾ കൂടുതൽ വിശദീകരണം വരാം. അപ്പോൾ ഇതിലൊന്നുകൂടി ഞാൻ നമ്മളൊരു വീഡിയോ കൂടി കാണിച്ചുകൊണ്ട് അവസാനിക്കാം. ഇതും നന്ദൻ നീലകണിയുടെ തന്നെ വീഡിയോ ആണ്. അപ്പോൾ നമ്മൾ It's also a way to address enforceability, because the good thing is that if you define something in a file as a rule, you can or change that rule, because it's just a question of another file, and people. It's also a way to address enforceability, because the good thing is that if you define something in a file as a rule, somebody can or change that rule, because it's just a question of another file, and people who do files know how to do that very well.
But if you embed your rules in software, it's far more difficult to change them. So a good way for enforceability of rules is to embed them in software. ഇത് 2016 മറ്റോ ഏഷ്യ സൊസൈറ്റി മുംബൈയിൽ സംഘടിപ്പിച്ച റീബൂട്ടിംഗ് ഇന്ത്യയുടെ ഡിസ്കഷനിൽ നന്ദൻ നിലകണിയും വിരലക്ഷ്യം കൂടി നടത്തിയ റീബൂട്ടിംഗ് ഇന്ത്യ എന്ന പുസ്തകത്തിൻ്റെ ഡിസ്കഷനിൽ ആൾ സംസാരിക്കുന്നതാണ്. നേരത്തെ കാണിച്ച NPR ആധാർ ആണെന്ന് പറഞ്ഞ വീഡിയോ അതേ പ്രോഗ്രാമിൽ തന്നെയാണ്. അപ്പോൾ ഇതിലത്തെ പ്രധാനപ്പെട്ട ഒരു കാര്യം എന്താ വെച്ചാൽ, എങ്ങനെ നിങ്ങൾക്ക് ഒരു റൂള് ഇന്ന് വരുന്നു എന്നതിന് നിയമത്തിനേക്കാൾ മീതെ ഇന്ന് സോഫ്റ്റ്വെയർ ആണ് വർക്ക് ചെയ്യുന്നത്. കോഡ് എന്ന് പറയുന്നത് നിയമത്തെക്കാൾ വലുതാണ്. എങ്ങനെ ഫാസിസം വരുന്നു എന്ന് ചോദിച്ചാൽ സോഫ്റ്റ്വെയർ വഴി സോഫ്റ്റ്വെയറിൽ എംബഡ് ചെയ്തുകൊണ്ടാണ് ഇന്ന് ഫാസിസം വരുന്നത്. അപ്പോൾ അതിനെ തടയണമെങ്കിൽ നിങ്ങൾക്ക് ഒരു വഴിയേ ഉള്ളൂ, അത് ഇത്തരത്തിലുള്ള ഡാറ്റാബേസ് പ്രൊജക്റ്റുകളെ സൂക്ഷിച്ച് അനലൈസ് ചെയ്തുകൊണ്ട് തന്നെ ഇടപെടുക എന്നതാണ്. അപ്പോൾ അതിലൊരു സംസ്ഥാന ഗവൺമെൻറ്റുകൾക്ക് ഒരുപാട് കാര്യങ്ങൾ ചെയ്യാനുണ്ട്. അതിലേക്ക് നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും എന്നുള്ള ചർച്ച കൂടിയാണ് പൗരത്വത്തിൻ്റെ പ്രശ്നം തടയാൻ വേണ്ടി വേണ്ടത്. അതല്ലാതെ CA നടപ്പിലാക്കാൻ വേണ്ടി ഫോം പൂരിപ്പിക്കുന്നു ഇല്ലയോ എന്നതിനപ്പുറത്തേക്ക് ഇതെല്ലാം മുന്നേറിയേ പറ്റുള്ളൂ. IT വകുപ്പ് കൈകാര്യം ചെയ്യുന്നവർ കാര്യക്ഷമമായി അത് കൈകാര്യം ചെയ്തില്ലെങ്കിൽ, അത് വളരെ കൃത്യമായി തന്നെ ഇത്തരത്തിലുള്ള പ്രൊജക്റ്റുകൾ കയറി വരുന്ന ഒന്നാണെന്ന് കണ്ടറിഞ്ഞ് ചെയ്തില്ലെങ്കിൽ, വ്യക്തമായ ഫെഡറൽ അവകാശബോധങ്ങളോട് ചെയ്തില്ലെങ്കിൽ, നമ്മൾ CAക്കെതിരെ നടത്തിയ ഡിഫൻസൊക്കെ വെറുതെ ആയിപ്പോവും. അതുണ്ടാവാതെ ഇരിക്കാൻ ഉള്ള ജാഗ്രത കേരളത്തിലെ 2 മുന്നണികൾക്കും ഉണ്ടാവട്ടെ. അത് രണ്ടും അവരുടെ അജണ്ടകൾ കയറട്ടെ എന്ന് മാത്രം പറഞ്ഞുകൊണ്ട് ഞാൻ നിർത്തുന്നു. നന്ദി. ഇതിൽ പലതും വിശദീകരിക്കേണ്ടി വരും, അത് നമുക്ക് പിന്നീട് ചെയ്യാം.